ഒറ്റ രസം ഞങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ പറയട്ടെ, ശ്വാസത്തിലാണ് എല്ലാം കിടക്കുന്നത്. ശ്വാസത്തിലാണ് നമ്മൾ ആയുസ് കിടക്കുന്നത്. ആണോ അല്ലയോ? ഏറ്റവും കൂടുതൽ ആയുസ് കൂടിയ ജീവി ഏതാ? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. ആയുസ് കൂടിയ ജീവി ഏതാ? ആമയല്ല, കടലാമയാണ്. ഒരു മിനിറ്റിൽ അതിന്റെ ശ്വാസത്തിന്റെ റേറ്റിംഗ് 3-4 തവണയേ ഉള്ളൂ. അത്രേ ഡീപ്പായിട്ടാണ് അത് ശ്വസിക്കുക, ആഴത്തിലാ ശ്വസിക്കുക. അതുകൊണ്ട് 250 വർഷം മുതൽ 300 വർഷം വരെ ജീവിച്ചു. കേൾക്കണുണ്ടോ ഇല്ലയോ? ഇല്ലേ? ശരിയല്ലേ? എന്നാലൊരു പട്ടി എത്ര വർഷം ജീവിക്കും? മാക്സിമം ഒരു 10-30 വർഷം, അതിന്റെ അപ്പുറത്തേക്ക് ജീവിക്കില്ല. പട്ടി ശ്വസിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് നോക്കിയാൽ മതി. പോയി സ്പീഡിൽ വലിച്ചാൽ സ്പീഡിൽ പോകാം, സാവധാനത്തിൽ വലിച്ചാൽ പറയൂ സാവധാനത്തിൽ പോവാ. കാരണം എത്ര ശ്വാസം തന്നിട്ടാ ദൈവം വിളങ്ങിട്ട് വിട്ടത്. ഇതുകൊണ്ടാണ്, ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇത് സീരിയസ് ആയിട്ടാ പറഞ്ഞത്. 3 ശ്വാസവുമായി ശ്രദ്ധിക്കും. 3 ശ്വാസവുമായി രാമായണത്തിൽ രാമനെ കാത്തിരുന്ന ഒരു മുനിയെ കുറിച്ച് പറയുന്നുണ്ട്. വെറുതെ പറഞ്ഞതല്ല. ശ്വാസത്തെ നിയന്ത്രിച്ചു. 3ാമത്തെ ശ്വാസത്തിൽ ആരെ കണ്ടു? പറയൂ, ആരെ കണ്ടു? രാമനെ കണ്ടു. ശ്വാസം വിട്ടു താഴെ വീണു. ഇനി ഒരു രസൂടി പറയട്ടെ. നമ്മുടെ ശ്രദ്ധയും ശ്വാസത്തിലാണ്. ഇപ്പൊ ഇവിടെ നേരം വൈകി കയറി ഒരാളെ നോക്ക്, അയാൾ സ്പീഡിലാവും വന്നിട്ടുണ്ടാവുക. അപ്പൊ അയാളെ ശ്വാസമൊക്കെ കൂടെ ഇങ്ങനെയാവും പൂണ്ടാവുക. അപ്പൊ അയാൾ അവിടെ ഇരുന്നിട്ടാവില്ല, അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ദാക്ഷായണി വന്നീനോ, ഗോപാലൻകുട്ടി വന്നീനോ, എല്ലാവരും ഒന്ന് സ്കാനിങ് നടത്തും. കാരണം അയാൾക്ക് ശ്രദ്ധ വന്നിട്ടില്ല. അവിടെ കസാരയിൽ ഇരുന്ന് ശ്വാസം കിട്ട് റെസ്റ്റ് ആവാൻ തുടങ്ങിയാൽ, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ആവാൻ, അപ്പോൾ മുഴുവനായിട്ട് റെസ്റ്റ് ആയില്ല, ചെറുതായിട്ട് റെസ്റ്റ് ആവാൻ എന്നെ നോക്കും. പെൻസിൽമാർക്ക് പോലുള്ളവനാണോ സംസാരിക്കുന്നത്? തിരക്കേടില്ലല്ലോ, മുണ്ട് തിരക്കേടില്ല, എന്നെ മൊത്തത്തിലൊന്ന് നോക്കും. ഒന്നുകൂടി ശ്വാസം റെസ്റ്റ് ആവുമ്പോ ഞാൻ എന്തൊക്കെയോ കലപില വിളിച്ചു പറയേണ്ടി നിൽക്കും. വിഷയം മനസ്സിലായിട്ടാവില്ല. ഒന്നുകൂടി ശ്വാസം റെസ്റ്റ് ആവുമ്പോ ഞാൻ പറയണതിന്റെ ഉള്ളിലത്തെ എസൻസ് ആര് പിടിച്ചെടുക്കും? ആയിരിക്കുന്ന ആള്. അതുവരെ അയാൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ഇനി ഒരു രസൂടി ഞങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ശ്വാസത്തിന്റെ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. പരീക്ഷാ ഹാളിലേക്ക് കയറിയാൽ ഒരു കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണെങ്കിലും ടഫാണെങ്കിലും ആ പരീക്ഷ കൊളാക്കും. എന്താ കാരണം? ശ്വാസത്തിന്റെ നില തെറ്റുന്നതിനെ കൊണ്ടാ. ടഫാണെങ്കിൽ എന്തായാലും കൊളാക്കും, എളുപ്പമാണെങ്കിൽ എങ്ങനെയാ കൊളാക്കുക? ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് എഴുന്നേറ്റ് പോകരുത്. എളുപ്പമാണെങ്കിൽ കൊളാക്കണത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലേ? ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി കയറുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കും. ഫിസിക്സിന്റെ പരീക്ഷ ഞാൻ എഴുതാൻ പോവാണ്. എക്സാമ്പിൾ ഉദാഹരണം, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി. കൂൾ ഓഫ് ടൈം ആണേ. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുക. അയ്യോ, ഇതൊക്കെ മിസ് പഠിപ്പിച്ച അത് തന്നെ വന്നിട്ടുണ്ട്, ഇതെഴുതണം. ചിലതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ടാവും, ചിലത് ഒക്കെ കൊളാക്കി, ചിലതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുണ്ടാവില്ല, ഒക്കെ കൊളാക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സുഹൃത്തുക്കളെ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ട്. നീ ഇതെന്താ എഴുതിയത്? അയ്യോ എൻ്റെ പെൺകുട്ടികളാണ് ഈ ഒരു കാലും ഈ 2 കയ്യോ, അയ്യോ റെഡിയായി, ഞാൻ അങ്ങനെയാക്കിയല്ലോ എന്ന്. ആൺകുട്ടികളാണ് അതിനൊന്നും നിൽക്കൂല, ഇതൊക്കെ ഞാൻ എത്ര തവണ കണ്ടതാന്നുള്ള നിലയ്ക്ക് ഒറ്റ നടത്താം. അപ്പൊ നോക്കൂ, നിങ്ങളെ കേൾക്കുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പം ശ്രദ്ധിക്കും. ഇവിടെ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്താ പറയാ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ എങ്ങനെ ശ്രദ്ധിക്കും? ഒന്ന് ഇൻവിജിലേറ്റർ അറിയാണ്ട് അവനോന്റെ ശ്വാസം ഒന്ന് പതുക്കെ ഉള്ളിലേക്ക് വലിക്കുക, ലങ്സ് നിറയുന്നത് വരെ. അപ്പൊ ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടിയിട്ടുണ്ടാവും. ഇരട്ടി സമയം എടുത്ത് പതുക്കെ പുറത്തേക്ക് ഒന്ന് വിടുക. ഒരു 3, 4, 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന്റെ ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ വികാരം പോയിട്ടുണ്ടാവോ ഇല്ലയോ? എന്ത് വന്നിട്ടുണ്ടാവും? വിചാരം വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കി 2, 3 തവണ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കണം. ഇതിനെയാണ് ശ്രദ്ധ എന്ന് വിളിക്കുക. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ആദ്യത്തെ തവണ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തലച്ചോറ് ഓപ്പൺ ആവോ? 2ാമത്തെ തവണ വായിക്കുമ്പോ ഈ ക്വസ്റ്റ്യൻ എന്തിനാ പോലും ഇങ്ങനെ വളഞ്ഞ രീതിയിൽ ചോദിച്ചത്, ഇതാണല്ലേ ക്വസ്റ്റ്യൻ. 2ാമത് വായിക്കുമ്പോൾ തലച്ചോറ് ഓപ്പൺ ആയി. 3ാമത് ഒന്നുകൂടി വായിക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആവോ ഇല്ലയോ? ഇങ്ങനെ കൂൾ ഓഫ് ടൈമിനെ പ്രയോജനപ്പെടുത്തിയാൽ കരുത്തോടെ ആ കുട്ടി പരീക്ഷ എഴുതി പുറത്തേക്ക് ഇറങ്ങും. ശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ കേൾക്കണ്ടോ ഇല്ലയോ? ഓരോരുത്തരുടെ ഇത് കിടക്കുന്നത്. ഒരു പള്ളിയിലച്ഛന്റെ പ്രസംഗം ഈ അടുത്തിടെ ഞാൻ കേൾക്കാനിട വന്നു. സമയത്രേ 8ലേക്ക് പോവാണ്. 1 മിനിറ്റ്. പള്ളിയിലച്ഛൻ പ്രസംഗിക്കുന്ന എനിക്ക് രസകരമായിട്ട് തോന്നി. പള്ളിയിലച്ഛൻ പറയാണ്, മരിക്കുകയാണെങ്കിൽ ICUവിൽ കിടന്ന് മരിക്കണം. തമാശയാണ് പ്രസംഗം. മരിക്കുകയാണെങ്കിൽ എവിടെ കിടന്ന് മരിക്കണം? ICU.
അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചു ഇയാൾ എന്താ പറയണമെന്നുള്ളത്. കാരണം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കില്ല. ശ്രദ്ധിച്ചു. അപ്പൊ അയാൾ പറയാണ് ICUവിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ വേറൊരു ചിന്ത ഉണ്ടാവില്ല അത്ര. കാരണം മൂക്കിൻ്റെ ഉള്ളിൽ 2 കുഴല്, വായയിൽ 1 കുഴല്, നെഞ്ചത്ത് 2-3 കുഴല്, എല്ലായിടത്തും ആകെക്കൂടെ ഒരു 110 kV സബ്സ്റ്റേഷനിലേക്ക് നോക്കണ പ്രതീതി ഉണ്ടാവുക നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ. തന്നെയല്ല അയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ICUവിൻ്റെ ഉള്ളിൽ കിടന്ന് മരിച്ച AC-യിൽ കിടന്ന് മരിക്കുക അതൊരു ഭാഗ്യമാണ്. ഇയാൾ തമാശയ്ക്ക് പറയുകയാണ്. തന്നെയല്ല ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ആരെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല അത്ര. കാരണം എന്താ അറിയോ, നമ്മൾ ഓക്സിജന് വേണ്ടി സ്ട്രഗിൾ ചെയ്യായിരിക്കും അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഈ വലിയായിരിക്കും. അന്നേരം അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറമ്പ് കച്ചവടക്കാരൻ. ഇവിടെ എന്താ അയാളെ പറയാന്ന് എനിക്കറിയില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനാണ് നാട്ടിൻപുറത്തെ ഭാഷയിൽ പറമ്പ് കച്ചവടക്കാരൻ. പറമ്പ് കച്ചവടക്കാരനാണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പറമ്പ് അയാളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് ഇതിന് തുറക്കരുത് എന്ന് പറയുന്നിടത്ത് നമുക്ക് തുറക്കാനൊരു പ്രവണത ഉണ്ടാവുക. അപ്പൊ ഈ ICUവിൻ്റെ ഉള്ളിൽ തുറക്കരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ. പക്ഷെ പതുക്കെ ഒന്ന് തുറക്കും. അതിന്റെ ഓരത്താണ് ആര് കിടക്കുന്നത്? ഇയാൾ കിടക്കുന്നത്. അപ്പൊ ഈ സുഹൃത്ത് എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരെന്താ? മുടക്കുഴ. ഇവിടെ എന്താ പറയാ, ഇതിന്റെ കാതലായ സ്ഥലത്ത് ഒരു 10 സെന്റ് കൊടുക്കാണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നിൽക്കുക. അതിന്റെ ഉള്ളിൽ കിടക്കണം പറയും ഒരു 10 സെന്റും വേണ്ട, ഒരു കുന്തും വേണ്ട, ഓക്സിജൻ പോട്ടെ. ഈ വലിയ ഉണ്ടാവുക. നിങ്ങളെ പൊന്നാര ഭാര്യ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. എന്ത് ഭാര്യ? ഓക്സിജൻ പോട്ടെ. നിങ്ങൾ ഭാര്യനെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ ചിന്തിക്കൂല. നിങ്ങളെ മക്കള് വരിട്ട്. എന്ത് മക്കള്? ഈ വലിയ ഓക്സിജന്റെ വില അന്നേരാ മനസ്സിലാവുക. ഒരു ദിവസം നിങ്ങൾ കേൾക്കണ്ടോ ഇല്ലയോ, ഒരു ദിവസം നിങ്ങളും ഞാനും ഒരു 2 ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട് അത്രേ. ഫാർമക്കോളജി റേറ്റ് അനുസരിച്ച് ഒരു 800 രൂപ കൂട്ടിയാൽ തന്നെ ഒരു 1600 രൂപ ഓരോ ദിവസവും ഭഗവാൻ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മളെ ജീവിക്കുന്ന ദിവസം മുഴുവൻ എടുത്താൽ ഒന്നും ഇങ്ങോട്ടില്ല, ഒക്കെ അങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവും. ഭക്ഷണം കഴിച്ചാൽ പിന്നെ നോക്കുക വേണ്ട, ആ വണ്ടിയിലാക്കി കൊണ്ടുപോയി നിർത്തി അതൊക്കെ ഞാൻ കഴിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്ത് ഈ ലോകത്തേക്ക് ചെയ്തു എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഉള്ളിൽ ചിന്തിക്കുക. അപ്പ കിട്ടും വട്ടപൂജ്യം. എന്നൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പരമാവധി ദ്രോഹം ചെയ്തിട്ടുണ്ടാവും. പള്ളിയിലച്ഛൻ അവസാനം പറയണത് എന്താണെന്നറിയോ? ICU എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴാ. എന്താ ICU എന്നുള്ള വാക്കിന്റെ അർത്ഥം അയാൾ പറയണമെന്നറിയോ? ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നല്ല. അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ ആരെ കാണുക? ഭഗവാനെ. അതുവരെ അഹങ്കരിച്ചിങ്ങനെ ഞെളിഞ്ഞിങ്ങനെ നടക്കുക. എന്ത് സപ്താഹം, എന്ത് പ്രഭാഷണം ഉണ്ടാവാൻ പറയും. ആളുടെ മുകളിൽ പോയി കട്ടെ. എല്ലാ നോക്കണേറ്റുകളൊക്കെ ഇവിടെ വരും. ഇക്ലിയിൽ അകപ്പെട്ടതൊക്കെ വരും. വരുമോ ഇല്ലയോ? ICUവിൽ തന്നെ വരില്ലേ? അതിന്റെ മുന്നേ നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. വേണോ വേണ്ടയോ? വരും. ഇപ്പൊ ഇതിന്റെ സ്ഥൂല ശരീരം നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? വരൂ, നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. ശ്രീകോവിൽ പറയൂ. വരട്ടെ. ശിരസ് അല്ലേ? അകത്തെ ചെറിയ പരിവട്ടം പറയൂ. മുഖം. ചുറ്റമ്പലം പറയൂ. പുറത്തെ വലിയ വലിക്കൽ വട്ടം. അരക്കെട്ട്. മതിന് വരെയുള്ള ഭാഗം കാല്. 2 ഗോപുരം, പാദം. അതുകൊണ്ട് ആ മധുര മീനാക്ഷി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളില് ശ്രീകോവിലിനേക്കാൾ ഉയരത്തിലാണ് എന്ത് പറയൂ? എന്ത്? ഗോപുരം. എന്താ കാരണം? ആ പ്രദേശവാസികൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ ഈ ഗോപുരം കണ്ട അമ്മയുടെ പാദം എന്ന സങ്കല്പത്തിൽ സ്മരണയിൽ എഴുന്നേൽക്കണം. എത്ര ഉദാത്തമാണ് സങ്കല്പം ആലോചിച്ചു. എത്ര ഉദാത്തമാണ് സങ്കല്പം ആലോചിച്ചു. എത്ര ചിഹ്നങ്ങളും അടയാളങ്ങളുമാണ് ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും പിടികിട്ടാതെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നോടെ അതിന്റെ സൂക്ഷ്മാംശത്തെ കാണാൻ പോവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരൂ. മുഴുവൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു അല്പം തന്നെയെങ്കിലും എനിക്ക് പറഞ്ഞു നിർത്തണം. നിങ്ങൾക്ക് പോകാൻ തിരക്കുണ്ടോ? തീരെ തിരക്കില്ലേ? നമുക്ക് ഇവിടെ കൂടാ. നോക്കണേ, ഇരിക്കട്ടെ. എന്താ ഇവിടെ പറഞ്ഞു? ഞാൻ ഇവിടെ എന്തേ പറഞ്ഞു? ഞാൻ ഇവിടെ എന്തേ പറഞ്ഞു? ഇനി അതിന്റെ സൂക്ഷ്മാംശത്തെയാണ് കാട്ടിത്തരുന്നത്. കത്തിക്കാത്ത നിലവിളക്ക് അവിടെ ഇവിടെ ഇല്ലല്ലോ. കത്തിക്കാത്ത കരി പുരളാത്ത നിലവിളക്ക് അവിടെ ഇവിടെ ഉണ്ടോ? ഒരു ചെറിയ നിലവിളക്ക് കിട്ടാൻ വഴിപാട് നിലവിളക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇത് എന്താ വെച്ചാൽ ഇതിന്റെ മേലാവും. അവിടെ ഉണ്ട്. അയ്യോ, അത്ര വലിയ വേണ്ട. അവിടെ എണ്ണ ഉണ്ടായില്ല. ഞാൻ എനിക്ക് പൊന്തിക്കാൻ തന്നെ കഴിയും. വേണ്ട. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. വേണ്ട, എടുക്കണ്ട. ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു നിലവിളക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് കാണിക്കാൻ എളുപ്പമാണെന്നുള്ളത്. ഞാൻ കാണിച്ചു. വരട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. വരട്ടെ. എന്താ ഇവിടെ പറഞ്ഞു? ആ ചെറിയ നിലവിളക്ക് വലിയ ഉപകാരം. സന്തോഷം. മതി. ധാരാളം. ഇതിപ്പോ അവിടെ നിന്നൊക്കെ കാണില്ലേ? നോക്കിയാൽ കാണില്ലേ? എല്ലാവർക്കും കാണില്ലേ? മതി. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പറയാം. എന്തേ ഇവിടെ പറഞ്ഞു നമ്മള്. ഇനി ഇതിന്റെ സൂക്ഷ്മ ശരീരത്തേക്കാ കിടക്കണത്. നോക്കണം എല്ലാവരുവേ. കൊടിമരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അമ്പലത്തില് ഉണ്ടോ? ഉണ്ട്. എവിടെയാ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക? പറയൂ, എവിടെയാ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക?
അതെ, എന്താ പറയാ, ശ്രീകോവിലിന്റെ മുന്നിൽ തന്നെയാണ്, അതിൽ സംശയമില്ല. നോക്കൂ, വലിയ ബലിക്കല്ലിനോട് ചേർന്നിട്ടാണ്. ഒന്നുകൂടെ പറയാ, തമിഴ്നാട്ടിലൊക്കെ അതിന് ഇത്തിരി വ്യത്യാസം അങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാവും, എന്നാലും വലിയ ബലിക്കല്ലിനോട് ചേർന്നിട്ട് തന്നെയായിരിക്കും. വലിയ ബലിക്കല്ലിനോട് ചേർന്നാണ് ദേവന്റെ മേരുദണ്ഡ് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക. വിഗ്രഹ പ്രതിഷ്ഠയോളം തന്നെ ചടങ്ങുണ്ട്. പറയൂ, എന്തിന്? ഈ എന്താ പറയാ, കൊടിമര പ്രതിഷ്ഠയ്ക്ക്, ധ്വജപ്രതിഷ്ഠയ്ക്ക്. ആ ധ്വജമുള്ള ക്ഷേത്രം പൂർണ്ണക്ഷേത്രമായിട്ട് അറിയപ്പെടുകയും ചെയ്യും. മനസ്സിലാവില്ലേ പറയണ? അംഗോപാംഗങ്ങള് പൂർണ്ണമായ ക്ഷേത്രമാണ് കൊടിമരമുള്ള ക്ഷേത്രം, സംശയമില്ല. ആ ക്ഷേത്രം മനസ്സിലാവുന്നുണ്ടോ പറയണത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി ആ കൊടിമരത്തെയാണ്, സൂക്ഷ്മാംശത്തെയാണ് കാണിച്ചു തരുന്നത്. ബോറടിക്കാതെ ഇരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നോക്കൂ, ആ കൊടിമരം എന്താ? അതായത് ഈ വലിയ ബലിക്കല്ലിനോട് ചേർന്ന് വെച്ച ആ കൊടിമരം എന്താ? ഒന്ന് നോക്കിയാൽ മതി. അതിന് കശേരുക്കൾ കാണാം മുകളിൽ വരെ. റിങ് 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 മുകളിൽ വരെ ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇനി പെർമനന്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള കൊടിമര പ്രതിഷ്ഠ ഇല്ലാത്ത ക്ഷേത്രത്തില് കൊടിയേറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മുളയോ അല്ലെങ്കിൽ കഴുങ്ങോ, കഴുങ്ങ് തന്നെയല്ലേ ഇവിടെ ഇതിന് പറയുക അല്ലെ? തെക്ക് ഭാഗത്ത് കഴുങ്ങന്നെ, കവുക്. അത് ചെത്തിയിട്ട് മിനുക്കിയിട്ട് അതാണ് വെക്കുക. രണ്ടിനും കശേരുക്കളുണ്ട്. ഉണ്ടോ ഇല്ലയോ? മുളയ്ക്ക് കശേരുക്കളില്ലേ? റിങ് റിങ് മുകളിൽ വരെ ഇല്ലേ? അതായത് അതുപോലെ തന്നെ ഈ കമുകിനില്ലേ? ഉണ്ട്, റിങ് റിങ് മുകളിൽ വരെ ഉണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മുടെ നട്ടെല്ലിന്റെ പ്രതിനിധാനമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. തന്ത്രശാസ്ത്രത്തിൽ ഈ നട്ടെല്ലിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടറുടെ കാറിന്റെ പിറകിലെ ഡോക്ടറുടെ കാറിന്റെ പിറകിലെ ചിഹ്നങ്ങൾ കണ്ടിട്ടില്ലേ? ഉച്ചീന്റെ മുകളിൽ 2 പാമ്പ് കാണിച്ചുതരാം. നിങ്ങൾ വിചാരിച്ചത് എന്താ പറയാ, ഗ്രീക്ക് ദേവന്റെ ദണ്ഡാണെന്നാണ്. അതാണ് ഫാർമക്കോളജി വിങ്ങില് MBBS ക്ലാസ്സിൽ ഇവരെ പഠിപ്പിക്കുന്ന അതാണ്, ഗ്രീക്ക് ദേവന്റെ ദണ്ഡ് എന്നാണ്. സത്യത്തിൽ ഇവിടുന്ന് വ്യാപാരത്തിന് വന്നവർ ഇവിടുത്തെ തന്ത്രശാസ്ത്രം അങ്ങോട്ട് കൊണ്ടുപോയതാണ്, ഗ്രീക്കിലേക്കും ലത്തീനിലേക്കും. അത് തിരിച്ചു വന്നപ്പോ ഒക്കെ കൂടി ഗ്രീക്ക് ദേവന്റെ ദണ്ഡായതാണ്. എന്നിട്ട് മനസ്സിലാക്കാം, നമുക്കൊന്ന് നോക്കാം. അല്ലാതെ പാമ്പും ഡോക്ടറും തമ്മിൽ എന്ത് ബന്ധം? ഒന്നുകൂടെ പറയാം, പാമ്പും മെഡിക്കൽ കോളേജും തമ്മിൽ എന്ത് ബന്ധം? മെഡിക്കൽ കോളേജിന്റെ ഗേറ്റിന്റെ മുകളിലൊക്കെ പാമ്പ് കാണും. അമ്പലത്തിലാ സാധാരണ പാമ്പ് ഉണ്ടാവുക. കാരണം നമ്മളാണ് പാമ്പാരാധകർ എന്ന് പറയപ്പെടുന്നത്. ഈ പാമ്പാരാധകർ ആരാന്നും കൂടി നമുക്ക് ഒന്ന് നോക്കണം. നമ്മൾ വിചാരം പാമ്പിനെയൊക്കെ ആരാധിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി ആരാധനയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഭംഗിയിലാക്കി പറയും. സത്യത്തിൽ ഇതൊന്നുമല്ല പാമ്പ്. ആ പാമ്പ് എന്താന്ന് നമുക്കൊന്ന് നോക്കണം. വേണ്ടേ? മിണ്ടണില്ല, വേണ്ടേ? നോക്കണം, നമ്മൾ അതിലേക്കാ പോണത്. ഇങ്ങോട്ട് വരട്ടെ. എല്ലാവരും ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ പിടി കിട്ടും. കഥയറിയാതെ ആട്ടം കാണരുത്. ആ മേരുദണ്ഡ്, ആ കൊടിമരം തന്നെയാണ് ഈ നിലവിളക്ക്. ക്ഷേത്രത്തിലെ ആ കൊടിമരം പോലെ തന്നെയാണ് ഈ നിലവിളക്ക്. കാണുന്നുണ്ടോ? ഇതിന് കശേരുക്കളുണ്ടോ ഇല്ലയോ? പൂർണ്ണാർത്ഥത്തിലുള്ള നിലവിളക്ക് നോക്കുക, അതിന് വ്യക്തമായ അളവുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നിലവിളക്ക് വഴിപാട് നിലവിളക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കില്ല. അലങ്കാര നിലവിളക്ക് അതിവിടെ വഴിപാട് കൊടുക്കാനേ എടുക്കുള്ളൂ. അത് ഊക്കി വിൽക്കുക, അത് ലേലം വിളിച്ച് വിൽക്കുക. ഇതിൻ്റെ ഉള്ളിൽ കത്തിക്കുന്ന കൃത്യമായ അംഗോപാംഗങ്ങളുള്ള നിലവിളക്കായിരിക്കും. കവരവിളക്കും ഒക്കെ അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെ തന്നെ. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഈ നിലവിളക്ക് ആണ് നമ്മുടെ നട്ടെല്ലിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതിനെ നന്നാക്കി ഉറങ്ങരുതേ. ഞാൻ പറഞ്ഞോട്ടെ, കുറച്ച് ഗഹനമായിട്ട് ആഴത്തിക്കാൻ ഞാൻ പോണെങ്കിൽ കൊടുക്കേ ഞാൻ നിർത്തും. ഉണ്ടാട്ടില്ല, പറഞ്ഞൂടെ? വരട്ടെ. അപ്പൊ നോക്കൂ, നമ്മുടെ നട്ടെല്ല് എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോളെ. എന്താ ഈ നട്ടെല്ലിന്റെ പ്രത്യേകത എന്ന് ഇനി കാട്ടിത്തരാൻ പോണം. നമ്മുടെ പിറകില് നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന ഒരു സാധനമുണ്ട്, ഇല്ലേ? അതിനെ വിളിക്കുന്ന പേരെന്താ? നട്ടെല്ല്. ഇല്ലാത്തവരും ഉണ്ടാവും. ആ നട്ടെല്ലിന്റെ താഴെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുക. നട്ടലിന്റെ താഴെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുക. അവിടെ ഒരു കൂർപ്പ് കാണാ. ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് പല്ലുങ്ങൾ വിളിച്ചാലും നിങ്ങൾ നെറ്റ് ചുളിച്ചാലും വേണ്ടില്ല, ഞാൻ തന്ത്രമാ പറയണം. നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് എന്ത് ചോദിച്ചാൽ നെറ്റ് ചുളിക്കലായിട്ട് തോന്നും. പക്ഷെ ശുദ്ധമായ തന്ത്രം കേട്ടവന് നെറ്റ് ചുളിക്കലുണ്ടാവില്ല. അവൻ എന്താ പറയാ, ഈ യോഗശാസ്ത്രം അഭ്യസിച്ചവനാണെങ്കിലും കളരി ശാസ്ത്രം അഭ്യസിച്ചവനാണെങ്കിലും അവന് നെറ്റ് ചുളിക്കലുണ്ടാവില്ല. കൃത്യമായിട്ട് അവന് കാര്യങ്ങൾ അറിയും. മനസ്സിലായില്ലേ? ഇത് അറിയാത്തതിനെ കൊണ്ടാ പ്രശ്നം. നട്ടലിന്റെ താഴെ ഭാഗത്തേക്ക് പോയി അവിടെ ഒരു കൂർപ്പാണുള്ളത്. ശരിയാണോ അല്ലയോ? അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു ഫോട്ടോ എടുത്താൽ അതൊരു ഒഴിഞ്ഞ കുഴിയാണെന്ന് കാണാം. ഒന്നുകൂടെ പറയാം. വാല് പരിണമിച്ചതാന്നൊക്കെ നമ്മൾ പറയുന്ന നട്ടലിന്റെ താഴെ ഭാഗത്ത് ആ കൂർപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു ഫോട്ടോ എടുത്താൽ അതെന്താണ്? പറയൂ, ഒരു ഒഴിഞ്ഞ കുഴിയാണ്. ആ കുഴിയെ വിളിക്കുന്ന പേര് കുണ്ഡലിനി എന്നാണ്. ഉറപ്പിച്ചോണേ, ഇത് തന്ത്രശാസ്ത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പറയാ? ആ ഒഴിഞ്ഞ കുഴിയെ വിളിക്കുന്ന പേരെന്താ പറയൂ? കുണ്ഡലിനി എന്ന വാക്കിന്റെ അർത്ഥം കുഴി എന്നാണ്. ആ കൂർപ്പ് അവസാനിക്കുന്നിടത്തുനിന്ന് ശ്രദ്ധിക്കൂ, എല്ലാവരും കൂടെ ശ്രദ്ധിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ 10 ആൾക്കാരേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി.
ഏത് അമ്പലത്തിൽ പോകുമ്പോഴും ഈ ഒരു ശ്രദ്ധ ഉള്ളിലുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ ബാഹ്യ ശരീരവും പറയൂ, ഇപ്പൊ പറയണ ഈ സൂക്ഷ്മ ശരീരം മുഴുവനാക്കാൻ ഇന്ന് കഴിയില്ല, എന്നാലും വേണ്ടില്ല, കുറച്ച് പറഞ്ഞുതരാം. നവരാത്രിയൊക്കെ ആഘോഷമാണ്. രാധാദേവി എവിടെ ഉണ്ടോ അവിടെ കൃഷ്ണൻ ഉണ്ടാവും. ഈ ദ്വന്ദ്വം എല്ലായിടത്തും ഉണ്ട്. ലക്ഷ്മി നാരായണ സങ്കല്പം കേൾക്കണ്ടോ ഇല്ല? ശിവപാർവതി സങ്കല്പം, ഈ ദ്വന്ദ്വം എല്ലായിടത്തും ഉണ്ട്. ഈ ദ്വന്ദ്വം എന്താന്നാ ഇനി കാണിക്കുന്നത്, ഈ ദ്വന്ദ്വം എന്താന്നാ പഠിപ്പിക്കുന്നത്. കേൾക്കണ്ടോ ഇല്ലയോ? ഈ ദ്വന്ദ്വം കാണുമ്പോൾ നമ്മൾ വിചാരം കല്യാണം കഴിക്കുകയാണെന്ന്. മുമ്പൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ശിവനും പാർവതിയും കല്യാണം കഴിക്കുകയല്ല, ഭഗവാനും എന്താ പറയുക ലക്ഷ്മിയും കല്യാണം കഴിക്കുകയല്ല. ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. ഈ കല്യാണം എന്താന്നാ ഞാൻ ഇനി കാണിക്കാൻ പോണത്. കൂടെ വരൂല്ലേ? വരട്ടെ. അപ്പൊ നോക്കൂ, ഈ കൂർപ്പ് അവസാനിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ നട്ടെല്ല് തുടങ്ങുന്നു. നമ്മുടെ തട്ടല് തുടങ്ങുന്ന മനുഷ്യ ശരീരത്തിലെ ആദ്യത്തെ ചക്രത്തെ നമ്മൾ വിളിക്കുന്ന പേര് മൂലാധാരം എന്നാണ്. ഒന്നുകൂടെ പറയാ. എന്താ പറഞ്ഞത്? നമ്മുടെ നട്ടലിന്റെ കൂർപ്പ് അവസാനിച്ച് നമ്മുടെ നട്ടല് തുടങ്ങുന്ന ഭാഗത്തിന്റെ ആദ്യത്തെ ചക്രത്തെ വിളിക്കുന്ന പേര് പറയൂ മൂലാധാരം എന്നാണ്. ആ മൂലാധാരത്തിന്റെ സ്ഥാനത്താണ് ഈ നിലവിളക്കിന്റെ താഴെ തട്ട് നിൽക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ നമ്മുടെ അമ്പലത്തില്, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കും, അമ്പലത്തില് രണ്ട് തരത്തിലുള്ള പ്രതിഷ്ഠ. ഒന്ന് സ്വയംഭൂ പറഞ്ഞാല് സ്വന്തം പൊങ്ങി വന്നത്. രണ്ടാമത്തേത് ഷടാധാര പ്രതിഷ്ഠ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷടാധാര. ഇതൊന്നും കേട്ടിട്ടില്ലേ നിങ്ങള്? ഷടാധാര പ്രതിഷ്ഠ പറഞ്ഞാൽ എന്താ? 6 ആധാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന പ്രതിഷ്ഠ. ഷടാധാരം, 6 ആധാരം. അതിൽ ഒന്നാമത്തെ ആധാരം നോക്കൂ. ഇവിടെ നമ്മുടെ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുന്നതിന്റെ മുന്നേ നിങ്ങൾ കേൾക്കട്ടെ, ഇത് ഷടാധാര പ്രതിഷ്ഠയാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആണ്. ആ ഷടാധാര പ്രതിഷ്ഠ അവിടെ പ്രതിഷ്ഠിക്കുന്നതിന്റെ മുന്നേ ഈ വിഗ്രഹത്തിന്റെ അടിയിലേക്ക് ചതുരാകൃതിയിൽ ഒരു കുഴി കുഴിക്കുക ചെയ്യുക. ഇവിടുത്തെ ഇതിന്റെ ഊരാളന്മാരുണ്ടാവും, ഉണ്ടോ ഇല്ലയോ? ഇതിന് ഊരാളന്മാരുണ്ടാവും ഇല്ലേ? ഉണ്ട്. ഊരാളന്മാരായിരിക്കും പണ്ട അമ്പലത്തിന്റെ ആളുകൾ, ശരിയാണോ അല്ലയോ? പിന്നെ കമ്മിറ്റി ഏറ്റെടുത്താണ്. ആ ഊരാളന്മാര് വലിയ തറവാട്ടുകാരായിരിക്കും ഈ നാട്ടിലെ, ശരിയാണോ അല്ലയോ? അപ്പൊ ഈ ദേശത്തൊരു ക്ഷേത്രം ഉണ്ടാവണം, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം. അങ്ങനെ ആ ക്ഷേത്രം ഉണ്ടാക്കാൻ അവരന്ന് എന്താ ചെയ്യാച്ചാല് പശുക്കളെ അഴിച്ചു വിടുക. പശുക്കളൊക്കെ കൂടി പറമ്പിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കിടക്കും അത്രേ. തിരിച്ചു കൂട്ടാൻ പോവില്ല. പണ്ടത്തെ പ്രമാണം അതാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്നിട്ട് രാത്രി കാരണവന്മാരും ബാല്യക്കാരും ഒക്കെ ചൂട്ടും കത്തിച്ച് പോയി നോക്കും അത്രേ. ഈ പശുക്കള് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കിടക്കും അത്രേ. അത് നമ്മുടെ ഈ ക്ഷേത്രം ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെ കുറ്റിയടിക്കും അത്രേ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, 22-ാം നൂറ്റാണ്ടിൽ ഇതൊന്നും പറയാൻ നിനക്ക് വിവരമില്ലല്ലോ, മിണ്ടാതിരുന്നോളറ എന്ന് എന്നോട് ചോദിച്ചാൽ അവിടെ ഉത്തരം, നാക്കാലിയേക്കാൾ എന്ത് യോഗ്യതയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? പറഞ്ഞുതരൂ. നമ്മുടെ വീട്ടില് ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും. വിചാരിച്ചാൽ മതി, എത്ര വിചാരിച്ചാൽ മതി, വിചാരിച്ചോ? അയാൾ മരിക്കണ സമയത്ത് ആ വീട്ടിലെ നായ ഒരു പ്രത്യേക രീതിയിൽ ഇടുകയില്ലയോ? ആ വീട്ടിൽ പശുക്കളുണ്ട്, ഒരു പ്രത്യേക രീതിയിൽ കരയുകയില്ലയോ? നമ്മൾ ഓരിയിടും. അതെപ്പോ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ച് ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ നെഞ്ചത്തടിച്ച്, കുഞ്ഞേട്ടാ ഇന്നലെ ഹോർലിക്സ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോയാൽ അത് പെടലിക്ക് ഒരൊറ്റ ഒന്ന് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. മരിച്ച വീട്ടിൽ കരച്ചിലല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ആ ജീവനെ, എന്താ പറയുക, ആ ആത്മചൈതന്യത്തെ എങ്ങോട്ടാക്കി കൊടുക്കണം? മുകളിലേക്ക്. അപ്പോഴേ അവൻ പുത്രനാവുള്ളൂ, പുത്രിയാവുള്ളൂ. ദുഃഖമൊക്കെ ഉണ്ടാവും, ഉള്ളിൽ കടിച്ചൊതുക്കി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിനെ ചെയ്തു കൊടുക്കണം, അവിടെ ചെയ്യേണ്ട കർമ്മത്തെ ചെയ്തു കൊടുക്കണം. കേൾക്കണ്ടോ ഇല്ലയോ? അപ്പോഴാണ് അവൻ പുത്രൻ, പുത്രി. പുന്നാമം എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ അഥവാ മാതാവിനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ അഥവാ പുത്രി എന്ന് പേരുണ്ടായി എന്ന് രാമായണം. നിങ്ങളൊരരിക്കായോ? ഇല്ലല്ലോ. മുന്നോട്ട് പോരില്ലേ? അറിയണ്ടേ ഇതൊക്കെ? വേണ്ടയോ? വരൂ, നമുക്ക് മുന്നോട്ട് നടക്കാം. ഇപ്പൊ ഇവിടെ എന്തേ പറഞ്ഞു? എന്തേ പുത്രനിലേക്കും പുത്രിയിലേക്കും പോകാം? ഈ നാക്കാലികൾ ഒരു പ്രത്യേക രീതിയിൽ കരയും. ജപ്പാനിലൊക്കെ പൂച്ചേനെ വളർത്തുക അത്ര ഭൂകമ്പം ഉണ്ടാവും അറിയാൻ. കാരണം പസഫിക് ബെൽറ്റ് സീസ്മിക് ആക്ടിവിറ്റിയുടെ കേന്ദ്രമാണ്. അപ്പൊ ഈ ഭൂകമ്പം ഉണ്ടാവുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് റേഡോൺ വാതകം പുറത്തേക്ക് വരും. ഇത് പിടിച്ചെടുക്കാൻ എനിക്ക് കഴിവില്ല, നിങ്ങൾക്ക് കഴിവില്ല. പക്ഷെ ചില മൃഗങ്ങൾക്ക് കഴിവുണ്ട് അത്രേ. ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളെക്കാൾ ഒരുപടി മുന്നിലല്ലേ 6th സെൻസിൽ ആര്? ഈ ചില മൃഗങ്ങളൊക്കെ ആണോ അല്ലയോ? പറയൂ. ആണ്, സംശയമൊന്നുമില്ല. അപ്പൊ ഈ നാക്കാലികൾ കിടക്കുന്ന സ്ഥലത്ത് കുറ്റിയടിക്കുന്നു. കാരണം പ്രേതഭൂമി, ദേവഭൂമി, അങ്ങനെ ഒരുപാട് ഭൂമിയുണ്ട്. അതിൽ ദേവഭൂമിയിലാണ് അവ വന്ന് കിടക്കുക. കുറ്റിയടിച്ചു. അതുകൊണ്ടാണ് പണ്ട് ഈ ഗോവന്വേഷണത്തെ, ഈ ഗോക്കളെ അന്വേഷിച്ച് നടത്താണത്രേ ഗോവന്വേഷണാണ് ഗവേഷണമായി തീർന്നത് എന്ന് ആരോ തമാശയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റിസർച്ച് ആയിക്കോണമെന്നില്ല, തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഗവേഷണം തോന്നുന്നുണ്ടാവും, ശരിയല്ലേ? ആവട്ടെ.
ചതുരാകൃതിയിൽ കുഴി കുഴിച്ചു. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ചതുരാകൃതിയിൽ ഒരു ശില ഇടുക ചെയ്യുക. അതാണ് മൂലാധാരം. കേൾക്കണ്ടതില് അതിനെ വിളിക്കുന്ന പേര് ആധാരശില എന്ന. ഒരു ക്ഷേത്രത്തിന്റെ സൂക്ഷ്മ ശരീരത്തെയാണ് ഞാനിപ്പോൾ കാട്ടിത്തരുന്നത്. നന്നാക്കി മനസ്സിലാക്കിക്കോളും. ആ ആധാരശിലയുടെ മുകളിൽ ഒരു ചെറിയ കുഴി കാണാം. ഒരു ചെറിയ കുഴി. ഏതിന്റെ? ഏറ്റവും അടിയിലിട്ട് ആധാരശിലയുടെ മുകളിൽ ചെറിയ കുഴി കാണാം. ഇവിടെ ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ഏറ്റവും അടിയിൽ തന്ത്രികളുടെ സാന്നിധ്യത്തില് ഈ ആധാരശില ആദ്യം എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുന്നു. ശ്രദ്ധിക്കണേ, അത് ഏതിന്റെ സങ്കല്പാണ്? മൂലാധാരത്തിന്റെ. നമ്മളെ കൂർപ്പ് അവസാനിച്ച് നമ്മുടെ നട്ടൽ തുടങ്ങണേ ആദ്യത്തെ ചക്രം. എല്ലാവർക്കും മനസ്സിലാവണുണ്ടോ? ഇനി എല്ലാവരും ഇവിടെ നോക്കൂ. ആ മൂലാധാരം കഴിഞ്ഞ് ആറ് ദ്രവ്യങ്ങൾ ഇട്ടിട്ടാണ് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അതൊന്നും മുഴുവൻ പറയാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഈ മൂലാധാരത്തെ ഒന്ന് പറഞ്ഞു ഒപ്പിച്ചോട്ടെ. ഈ മൂലാധാരത്തിലാണ്, ശ്രദ്ധിക്കണേ, ഏത് മൂലാധാരം? നിലവിളക്കിന്റെ താഴെത്തട്ട്. ഈ മൂലാധാരത്തിലാണ് എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ദേവി സൂക്ഷ്മ രൂപത്തിൽ കുടിയിരിക്കുന്നത്. മഹാലക്ഷ്മി കുടിയിരിക്കുന്നത്, അഥവാ ആനന്ദസ്വരൂപിണി കുടിയിരിക്കുന്നത്, അഥവാ ചിന്മയി കുടിയിരിക്കുന്നത് എവിടെയാണ്? പറയൂ. മൂലാധാരത്തിലാണ്. ഇത് പഠിച്ചു വെച്ചോണേ. പലർക്കും ഇതൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ലളിതാ സഹസ്രനാമാർച്ചന നമ്മൾ ചെയ്യുമ്പോൾ അർച്ചനങ്ങൾ എങ്ങട്ടാ ചെയ്യുക? ഇവിടെ ലളിതാ സഹസ്രനാമാർച്ചനയൊക്കെ ഉണ്ടാവാറില്ലേ? അല്ല, ചില സ്ഥലത്തൊക്കെ സർവൈശ്വര്യ പൂജ ഇല്ലേ? അന്നേരം എങ്ങട്ടാ അർച്ചന ചെയ്യുക? ഈ നിലവിളക്കിന്റെ താഴെ തട്ടിലേക്ക്. ഭഗവതി സേവ എവിടെയാ ചെയ്യുക? നിലവിളക്കിന്റെ താഴെ തട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ മൂലാധാരത്തിലാണ് ആരിയിരിക്കുന്നത്? പറയൂ, ദേവി. എന്ത് പ്രമാണം? പറഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ പ്രമാണം? പ്രമാണമുണ്ട്. ഇവിടെ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അവർക്ക് ഞാൻ ഈ പറയണ മനസ്സിലാവും. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത ഉദ്യത്ഭാനു സഹസ്രാവ ചതുർബാഹു സമന്വിത രാജസ്വരൂപഭാഷാഠ്യ ക്രോധാകാര അങ്കുശോജ്വല എന്ന് തുടങ്ങി അങ്ങോട്ട് പോകുന്ന ലളിതാ പരമേശ്വരിയുടെ മഹാമന്ത്ര സമുച്ചയത്തില് ഒരിടത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. എന്താ പറയണത്? മൂലാധാരൈക നിലയാ, മൂലാധാരത്തിലിരിക്കുന്നവളെ. അപ്പൊ ദേവി എവിടെയായിരിക്കണത്? സാധകന്റെ മൂലാധാരത്തില്. ഈ നട്ടലിന്റെ ഈ കൂപ്പ് അവസാനിച്ച് നിൽക്കണ സ്ഥലത്താണ് ഇരിക്കുന്നത്. എല്ലാവരും കൂടി ശ്രദ്ധിച്ചോണേ. ആ മൂലാധാരത്തിന്റെ നിറം, ഓരോ ചക്രത്തിനും നിറമുണ്ട്. മൂലാധാരത്തിന്റെ നിറം ചുവപ്പാണ്. കേൾക്കണ്ടോ ഇല്ലേ? ഓരോ ചക്രത്തിനും നിറമുണ്ട്. മൂലാധാരത്തിന്റെ നിറം എന്താ? ചുവപ്പാണ്. അതുകൊണ്ടാണ് ദേവിക്ക് കൊടുക്കുന്നതൊക്കെ ചുവപ്പാണ്. ചെമ്പട്ട്, കുങ്കുമം, ചെമ്പരുത്തി, ഗുരുതി സമർപ്പിക്കുന്ന സമയത്ത് അതും ചുവപ്പാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. കോമരങ്ങൾ ഉണ്ടാവും ചില ദേവീ ക്ഷേത്രത്തിൽ, ഉണ്ടോ ഇല്ലയോ? കോമരങ്ങൾ വെട്ടുന്നത് സഹസ്രാര സീമയിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ വിസ്തരിച്ച് പറയാൻ ഇന്ന് സമയമില്ല. ഇത്രയും മനസ്സിലാക്കുക. മൂലാധാരത്തിലാണ് ആരിയിരിക്കുന്നത്? പറയൂ, ദേവിയിൽ. ഇനി ഒരു രസൂടി നിങ്ങളോട് പറയട്ടെ. മൂലാധാരം കുണ്ഡലിനിയിലല്ലേ, കുഴിയിലല്ലേ? ആണോ അല്ലയോ? അതുകൊണ്ട് കേരളത്തിലെ പ്രമുഖമായ ദേവി പ്രതിഷ്ഠകളൊക്കെ കുഴിയിലാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? കാടാമ്പുഴ ഭഗവതി ഇരിക്കുന്നത്, കാടാമ്പുഴ ക്ഷേത്രം കണ്ടവനുണ്ട് കൈവെക്കൂ. കാടാമ്പുഴ ഭഗവതി ഇരിക്കുന്നത് ഉന്നത പീഠത്തിലല്ല. പറയൂ, കുഴിയിലാണ്. നന്നാക്കി മനസ്സിലാക്കിയാൽ ഇത് പിടികിട്ടും. കുണ്ഡലിനിയിലാണ് ആരിയിരിക്കുന്നത്? അമ്മയിരിക്കുന്നത്. ഇനി നിങ്ങൾ തിരുമാന്താംകുന്ന് പോയിട്ടുണ്ടോന്ന് അറിയില്ല. തിരുമാന്താംകുന്നില് മാന്ധാതാവ് മഹർഷിക്ക് ഇപ്പുറം, മംഗല്യപൂജ നടക്കുന്നതൊക്കെ അവിടെയാണ്. മാന്ധാതാവ് മഹർഷിക്ക് ഇപ്പുറം ദേവി ഇരിക്കുന്നത്, മൂലസ്ഥാനം ഇരിക്കുന്നത് പറയൂ, കുണ്ഡലിനിയിലാണ്. ഉള്ളിലല്ല. മൂലസ്ഥാനം ഇരിക്കുന്നത് കുണ്ഡലിനിയിലാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? ഇനി നോക്കൂ, ശ്രീവളയനാട്, കോഴിക്കോട് രാജാക്കന്മാരുടെ തട്ടകത്ത്. ഒരുപാട് രാജാക്കന്മാരുടെ, തീപ്പെട്ടുപോയ രാജാക്കന്മാരോടൊപ്പം ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വളയനാട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെയും ദേവി ഇരിക്കുന്നത് കുണ്ഡലിനിയിലാണ്, കുഴിയിലാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നന്നായി ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇതിന്റെ തത്വം അങ്ങോട്ട് പിടികിട്ടിയാൽ പിന്നെ അങ്ങ് കുറച്ചു, പിന്നെ അങ്ങോട്ട് പേടിക്കണ്ട, എന്താന്നുള്ളത് മനസ്സിലാവും. അത് എല്ലാവരും കേട്ടിരിക്കില്ല, കുറച്ചാൾക്കാരുണ്ടാവും. മതി, ആ നാട്ടിൽ 10 ആൾക്ക് ഇത് പകർന്നു കൊടുക്കണം. വേണോ വേണ്ടയോ? അവരറിയട്ടെ, അവരതിനെ പ്രചരിപ്പിക്കട്ടെ. കേൾക്കില്ലേ ഞാൻ പറയണത്? ശ്രദ്ധിക്കുന്നില്ലേ? നന്നാക്കി ശ്രദ്ധിച്ചോളൂ. അപ്പൊ മൂലാധാരത്തിലാണ് ആരിയിരിക്കുന്നത്? ദേവി ഇരിക്കുന്നത്. ഇനി ഒരു രസൂടി നിങ്ങളോട് പറയട്ടെ.
ഈ മൂലാധാരത്തിലിരിക്കുന്ന ദേവി സഹസ്രാരത്തിലിരിക്കുന്ന ഭഗവാനിലേക്ക്, കൃഷ്ണനിലേക്ക് അഥവാ ആ നാരായണനിലേക്ക് കയറുന്നത് ഇടാ പിംഗല നാഡി വഴിയാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? നട്ടലിനുള്ളിലൂടെ 3 നാഡികളുണ്ട് അത്രേ. ഇതാണ് കാശിയുടെ സങ്കല്പമൊക്കെ ഇതാണ്. ഇതൊന്നും മനസ്സിലാവാൻ നമുക്കൊരു ചുക്കും ചുണ്ണാമ്പും പിടികിട്ടില്ല. എന്താ പറഞ്ഞത്? നട്ടലിനുള്ളിലൂടെ എത്ര നാഡികളുണ്ട് പറയൂ? എത്ര നാഡി? 3 നാഡി. അതിലേറ്റവും നടുക്കൂടിയുള്ള നാഡി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വൈദ്യശാസ്ത്ര ഭാഷയിലും പഠിക്കുന്നതാണ്, സയൻസിന്റെ ഭാഷയിലും പഠിക്കുന്നതാണ്. സ്പൈനൽ കോർഡ്, സുഷുമ്നാ നാഡി. നിങ്ങൾ കേട്ടില്ലേ? സുഷുമ്നാ നാഡി അഥവാ സ്പൈനൽ കോർഡ്, അത് നടുക്കൂടിയുള്ള നാഡി. തന്ത്രശാസ്ത്രത്തില് ആ സ്പൈനൽ കോർഡിനെ ചുറ്റിപ്പണഞ്ഞ് പാമ്പെണ പടഞ്ഞ പോലെ 2 നാഡികൾ, അതിനെ വിളിക്കുന്ന പേരാണ് ഇടാ പിംഗല നാഡി. ഉറങ്ങരുതേ. എന്താ 2 നാഡി? ഇടാ പിംഗല നാഡി. ഇരിക്കട്ടെ. അങ്ങനെ അങ്ങ് ഓർക്കാൻ വിഷമുണ്ടെങ്കിൽ അതിന് വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. വലത്തെ ഭാഗത്തെ നാഡി, അതായത് ഇതിങ്ങനെ ഇടപെടഞ്ഞ് കിടക്കുകയാണല്ലോ, വലത്തെ ഭാഗത്തെ നാഡി സൂര്യനാഡി എന്നും ഇടത്തെ ഭാഗത്തെ നാഡി ചന്ദ്രനാഡി എന്നും അറിയപ്പെടും. ഒന്നുകൂടെ പറയാ. വലത്തെ ഭാഗത്തെ നാഡി പറയൂ, എന്ത് നാഡി? സൂര്യനാഡി എന്നും ഇടത്തെ ഭാഗത്തെ നാഡി പറയൂ, ചന്ദ്രനാഡി എന്നും അറിയപ്പെടുന്നു. ഇതിങ്ങനെ പാമ്പേണ പടഞ്ഞ പോലെ കിടക്കുകയാണ്. ഇതിൽ വലത്തെ സൂര്യനാഡി നിങ്ങളെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇടത്തെ ചന്ദ്രനാഡി നിങ്ങളെ താഴത്തേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് മുകളിലേക്കാണോ താഴത്തേക്കാണോ പോകേണ്ടത്? മുകളിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ വലത്തെ സൂര്യനാഡിയെ ആ ദേവന്റെ അഭിമുഖമാക്കി പിടിച്ചിട്ട് വേണം അമ്പലത്തിൽ വന്നാൽ പ്രദക്ഷിണം വെക്കാൻ. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ പറയൂ വലത്താക്കിയിട്ടേ പ്രദക്ഷിണം വെക്കാവൂ എന്ന വ്യവസ്ഥ അമ്പലത്തിലുണ്ടായത്. ഇടത്താക്കി പ്രദക്ഷിണം വെക്കരുത്. വെച്ചാൽ നിങ്ങൾ റോക്കറ്റ് പോണ പോലെ താഴത്തേക്ക് പോവും. കാരണം ഭഗവാന്റെ ചൈതന്യം ഇടത്തെ ചന്ദ്രനാഡിയിൽ വന്ന് തട്ടരുത്. പറയൂ, ഏത് നാഡിയിൽ വന്ന് തട്ടണം? വലത്തെ സൂര്യനാഡിയില്. ഇതുകൊണ്ടാണ് നമ്മൾ വലത്താക്കി വലത്താക്കി പ്രദക്ഷിണം വെക്കുന്നത്. മനസ്സിലാവണുണ്ടോ? കേൾക്കണുണ്ടോ? നോക്കൂ, ദേവനെ മാത്രമല്ല, തപശക്തിയുള്ള ഋഷീശ്വരന്മാരെയൊക്കെ, അങ്ങനെയുള്ള മഹാത്മാക്കളെ വലത്താക്കിയിട്ടേ പണ്ട് നടക്കുക പതിവുള്ളൂ. മനസ്സിലാവുണ്ടോ പറയണത്? എന്താ പറഞ്ഞേ? വലത്താക്കിയിട്ടേ പണ്ട് നടക്കുക പതിവുള്ളൂ. ഇത് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പം മനസ്സിലാവും. കാരണം അവർക്ക് തപശക്തി ഉണ്ടോ ഇല്ലയോ? ചില അവധൂതന്മാരുടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, മലവും മൂത്രമൊക്കെ അങ്ങനെ പോണ്ടാവും. പക്ഷെ അവർ പറയും, നീ ഭാവിയിൽ ഇന്നയാളായി തീരേണ്ടവനാണല്ലോടാന്ന്. നമ്മൾ അന്തം വിട്ടുപോയിണ്ടാവും. നമ്മളത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല, നമ്മളതായിട്ടുണ്ടാവും. ഇദാനന്ദപുരി സ്വാമി ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനോട് ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന മലവും മൂത്രം ഇങ്ങനെ പോണ്ടത്രേ, കാൽമുക്കുടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആ മഹർഷി, അതായത് അവധൂതൻ പറയുകയാണത്രേ സ്വാമിയോട്, അന്ന് സ്വാമി ഇവിടെ ആശ്രമം തുടങ്ങിയിട്ടില്ല. എവിടെ? കേരളത്തില്. നീ കേരളത്തില് ആശ്രമം തുടങ്ങേണ്ടവനാണല്ലോ, അതിന്റെ മഠാധിപതി ആവുമല്ലോ. ഗുരു മരിച്ചാൽ നീ ഗുരു സമാധിയായാൽ നീ ഗുജറാത്തിലേക്ക് വരേണ്ടി വരും. ഗുജറാത്തിന്റെയും എന്താ പറയുക സാരഥ്യം നിനക്ക് ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞു അത്രേ. അയാളാണ് നടന്നു പോയി അത്രേ. ആര്? ഈ അവധൂതൻ. കേൾക്കണ്ടായില്ല? നമുക്ക് ഒരാളെയും പ്രവചിക്കാൻ കഴിയില്ല. നമ്മൾ കാണുന്ന പോലെയൊന്നല്ല ചില മഹാത്മാക്കള്. കേൾക്കണ്ടായില്ലോ? അവരെ അളക്കാനും പോകരുത്, അവരുടെ പൊട്ടൻഷ്യാലിറ്റി നോക്കാനും പോകരുത്. ഒരു അച്ചാർ സ്വാമി ഉണ്ടായിരുന്നു കോഴിക്കോട്. അച്ചാർ സ്വാമി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊയിലാണ്ടി റൂട്ടിലായിരുന്നു. സമാധിയായി. എത്ര ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നതെന്നറിയോ? ഒരാളോടും മിണ്ടൂല്ല. അങ്ങനെ ഇരിക്കുക, മഹാമൗനി. പക്ഷെ അപാരമായ തപശക്തിയുടെ ഉടമയാണ്. അതേപോലെ തന്നെ തലശ്ശേരി അവധൂതമാത ഉണ്ടായിരുന്നു. അവധൂതമാത, ഞാനവിടെ തലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സംസാരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവർ താമസിക്കുന്നത്. അത്രയും വലിയ പവർഫുള്ളാണ് അവരുടെ എന്താ പറയുക അവസ്ഥ. തപശക്തിയാണത്. അത് മുൻജന്മത്തിൽ ചെയ്തു വെച്ച അടിച്ച കല്ലാണ്. കേൾക്കണ്ടോ ഇല്ല? ജന്മത്തിൽ ഇങ്ങനെ പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അവരെയൊക്കെ വലത്താക്കിയിട്ടേ നടക്കാവൂ എന്നാണ് പ്രമാണം. കാരണം നമുക്ക് ഉയർന്നു പോവുക വേണ്ടത്. ഇനി ശ്രദ്ധിക്കൂ, ക്ഷേത്രത്തിലെ നാഗസങ്കല്പം ഇതാണ്. ഏത്? ഈ ഇടാ പിംഗല നാഡിയാണ്. അതുകൊണ്ടാണ് കുട്ടികളില്ലാത്തവര്, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. കുട്ടികളില്ലാത്തവര് സാധാരണ എങ്ങട്ടാ വഴിപാട് നേരുക? മണ്ണാറശാലയിലേക്കാണ്. ശരിയാണോ അല്ലയോ? ഒരുവിധം പൂർവജന്മായ കൊടിയ പാപമില്ലാച്ചാല് മണ്ണാറശാലയിൽ ഒരു ചടങ്ങുണ്ട്, ഉരുളിക്കമഴ്ത്തൽ ചടങ്ങ്. ഉണ്ടോ ഇല്ലയോ? ഈ ഉരുളിക്കമഴ്ത്തൽ ചടങ്ങ് എന്താന്ന് ചോദിച്ചാൽ ഈ ദമ്പതിമാരുടെ മൂലാധാരത്തെ ഉണർത്തുകയാണ്. കേൾക്കണ്ടോ ഇല്ലയോ? എന്ന് വെച്ചാൽ അവിടെ മന്ത്രവും തന്ത്രവും ഉപയോഗിച്ചിട്ട് ഉയർത്തുകയാണ്. കേൾക്കില്ലേ? അതായത് 2 നാഗങ്ങള്, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഏതിൻ്റെ അടിയില്? ഈ കമഴ്ത്തിയ ഉരുളിയുടെ അടിയില് തപസ്സിരിക്കുന്നു എന്നാണ് സങ്കല്പം. ഏതാ ഈ 2 നാഗങ്ങള് ആ ഉരുളിയുടെ അടിയിൽ തപസ്സിരിക്കണത്? ഇടാ
പിങ്കല. മൂലാധാരത്തിലെ ദേവീ ചൈതന്യം ഉണർന്ന് ജനനേന്ദ്രിയത്തിന്റെ തൊട്ടുപിറകിലുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ഉയരുമ്പോഴാണത്രേ നമുക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് മണ്ണാറശാലയിലേക്ക് പോണത്. കേൾക്കണില്ലേ? മണ്ണാറശാലയിൽ പോയി ഉള്ളിങ്ങമ്പഴത്തില് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോരും. തിരിച്ചു പോന്നാൽ കുട്ടികളാവും. കുട്ടികളായി കഴിഞ്ഞാൽ മിക്കവാറും കൊടിയ പാപം ഇല്ലാച്ചാൽ കുട്ടികളാവും. കുട്ടികളായി കഴിഞ്ഞാൽ അതിന് നാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവും. പറയൂ, അങ്ങോട്ട് പോവും, മണ്ണാറശാലയിൽ. അന്നേരം ഉരുളി മലർത്തൽ ചടങ്ങുണ്ട്. ഉണ്ടോ ഇല്ലയോ? എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 6000 7000 എത്രയാണെന്ന് അറിയില്ല എനിക്കിപ്പം. അത്രയും ഉണ്ട്. ഒരുപാട് ആൾക്കാരെ അതിന് അനുഭവസ്ഥരായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ കാരണം. ഉരുളി മലർത്തൽ ചടങ്ങുണ്ട്. ഇതിൻ്റെ അടിയിലിരിക്കുന്ന നാഗങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇതിൻ്റെ അടിയിൽ ഈട്ട പിങ്കല നാടിയാണ്. അല്ലാതെ പാമ്പാരാധകരല്ല ഭാരതീയര്. എല്ലാ ശക്തിയും, പറയൂ, എല്ലാ ശക്തിയും ആരുടെ ഉള്ളിൽ തന്നെയാണ്? നമ്മളെ ഉള്ളിൽ തന്നെയാണ്. അതിനെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ നമ്മളെ ജീവിതം സ്മൂത്തായി. കേൾക്കണ്ടോ ഇല്ലയോ? അതിനെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് ആഹാര വിഹാരങ്ങളിൽ നിയന്ത്രണം വരുത്തി ഇതിനെ ക്ലിയർ ആക്കും. ഏതിനെ? ഈ ഇടാപിങ്കല നാടിയെ ക്ലിയർ ആക്കി എന്താ പറയാ, സാധന ചെയ്തു. നാമജപാദികളിലൂടെയും മന്ത്രസാധനയിലൂടെയും ഇതിനെ ശക്തിപ്പെടുത്തിയിട്ട് പല അസുഖങ്ങളും ഇല്ലാണ്ടാക്കാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? നന്നാക്കി കാത് കൂർപ്പിച്ച് കേൾക്കും. നമ്മളെ ഉള്ളിൽ വലിയ കരുത്തുണ്ട്, അതിന് ഉള്ളിൽ നിന്ന് ഉണർത്തണം. കേൾക്കില്ലേ? ഇനി ഒരു രസൂടി പറയട്ടെ. ഈ മൂലാധാരത്തിലെ ദേവിയെ മുകളിലേക്ക് തട്ടി വിടുന്നത് ആരാന്നറിയോ? മൂലാധാരത്തിന്റെ അധിഷ്ഠാന മൂർത്തിയായ ഗണപതിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നാട്ടിൻപുറത്ത് ഒരു കഥ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ കഥ? ശിവന്റെയും പാർവതിന്റെയും കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചത് മകൻ ഗണപതിയാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ഇതാണ്. എന്ന് വെച്ചാൽ ശിവന്റെയും പാർവതി, ഇപ്പൊ അങ്ങനെ ആ കഥ അന്വർത്ഥാണ് കേട്ടോ. കാരണം എന്താ? അച്ഛൻ്റെയും അമ്മേന്റെയും കല്യാണത്തിന് മക്കളാണ് താലി എടുത്തു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പൊ. അങ്ങനെ തന്നെയല്ലേ? ഇല്ലേ? കുറച്ചു കാലമായിട്ട് ഇല്ലേ? അങ്ങനല്ലേ? ഉണ്ട്. പോത്തു പോലത്തെ മക്കള്. അപ്പൊ അമ്മ അങ്ങനെ നാണിച്ച് താലി കെട്ടി. അപ്പൊ ഇവര് കുറവേ കെട്ട് അയ്യൊക്കെ ഇത് വേണ്ടാന്ന് പറഞ്ഞില്ല കേട്ടോ. നിന്റെ മെക്കെട്ട് കയറാൻ വരണ്ട, കാലമാടൻ ഇതിനൊക്കെ നിരോത്സാഹം ഇല്ല. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. നിലവിളക്കിന് 1 തിരിയിടണോ, 2 തിരിയിടണോ, 3 തിരിയിടണോ, 5 തിരിയിടണോ, ഇതിപ്പോഴും സംശയം. എത്ര വേണേലും ഇട്ടോളൂ. 4 എണ്ണം ഇടുന്നത് വരെ കണ്ടിട്ടില്ല ഞാൻ എവിടെ. കണ്ടിട്ടില്ല. പല ആചാര്യന്മാരും പലതും പറഞ്ഞ ആളെ പറ്റിക്കണമെന്നും കണ്ടിട്ടുണ്ട്. ഉപദ്രവിക്കരുതേ, ഞാൻ പറ്റിക്കാൻ നിൽക്കുന്നില്ല. കഴിഞ്ഞോ 2 തിരി ഇട്ടോളൂ. 2 തിരി, 5 തിരിയില്ലേ, 2 തിരി ഇടുക. 2 തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഇടുക, അല്ലെങ്കിൽ ദേവാഭിമുഖവും പ്രത്യേകമായിട്ട് ഇടുക. സർപ്പിൾ ആകൃതിയിൽ കത്തിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സർപ്പിൾ ആകൃതിയിൽ കത്തിക്കുക, ക്ലോക്ക് വൈസിൽ കത്തിക്കുക. അപ്പൊ എന്താ പറയാ, ഊർജ്ജ പ്രവാഹം സർപ്പിൾ ആകൃതിയിലാണ്. അത് മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു നിലവിളക്ക് വീട്ടിൽ കൊളുത്തി വെച്ചാൽ തന്നെ ആ വീട്ടുകാർക്ക് പണിക്കരടുത്തേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടാവില്ല, ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടാവില്ല. പാട്ടെ ഇന്നൊന്ന് നാമം ചൊല്ല മതി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിളക്ക് വെക്കുക. കഴിയണതും വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കും. വിളക്കെണ്ണ വാങ്ങരുത്. ശുദ്ധമായ എണ്ണ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ, കുഴപ്പമില്ല. രണ്ടാണെങ്കിലും അപകടപ്പെടുത്തൂല. കേൾക്കില്ലേ? ഒന്ന് പാളി കത്തുന്നു മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയാണെങ്കിൽ. പക്ഷെ മറ്റേ വിളക്കെണ്ണ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എണ്ണയാണ്. കേൾക്കണ്ടോ? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എണ്ണയാണ്. ഒഴിക്കരുത്. 10 ഉറുപ്പ്യ കൂടിയാലും വേണ്ടില്ല, അര മുക്കി കെട്ടിയിട്ടാലും വേണ്ടില്ല. അത് വാങ്ങിയിട്ട് ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി. 5 തിരി ഇടണം എന്നില്ല. അത് അലങ്കാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി 2 തിരിയിട്ടാൽ മതി. നിങ്ങൾക്ക് മറ്റേ ഇടാൻ കഴിയില്ലേ? 2 തിരിയിട്ട് അതിന്റെ മുന്നിലിരിക്കുക, ജപിച്ചോളുക. 5 തിരിയിടാൻ പറ്റുമോ? ഇട്ടോളൂ, സന്തോഷമേ ഉള്ളൂ. അതായത് 4 തിരി 4 ദിക്കിലേക്കും മറ്റേ ഈശാന കോണിലേക്കും വെക്കുക. കഴിഞ്ഞു. ഇത്രയേ വേണ്ടു. ഇതേ നോക്കേണ്ടേ ഉള്ളൂ, വേറെ യാതൊന്നും നോക്കണ്ടില്ല. 4 ദിക്കിനെയും ബന്ധിക്കുക, പിന്നെ സഹസ്രാരത്തിലേക്ക് ഒന്ന് തിരിച്ചും വെക്കുക. കഴിഞ്ഞു. അതാണ് 5 തിരി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇതൊക്കെ വിശദീകരിച്ച് പറയണം, അതിനിപ്പം നിൽക്കണില്ല, സമയമില്ല. ഇതാണ് അതിന്റെ വ്യവസ്ഥ. ഇരിക്കട്ടെ. ഇനി 1000 തിരിയിടാൻ പറ്റും, ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. അലങ്കാരത്തിനൊക്കെ ചെയ്യാറുണ്ട്. ഗംഗാരതിക്ക് എത്രയോ തിരിയിട്ട് ഉഴിയണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഗാരതി ചെയ്യുമ്പോൾ അത് നല്ല പ്രൗഢമായ ചടങ്ങാണ്, കാണേണ്ട ചടങ്ങുമാണ്. ഇരിക്കട്ടെ. ഇവിടെ വരട്ടെ. ഇപ്പം എന്തേ ഇവിടെ പറഞ്ഞു? നമ്മൾ ഇവിടെ എന്തേ പറഞ്ഞു? മൂലാധാരത്തിന്റെ അധിഷ്ഠാന മൂർത്തിയാര? ഗണപതിയാണ്. അതുകൊണ്ട് മൂലാധാരത്തിന്റെ ബീജം ലം ആണ്. അതുകൊണ്ടാണ് ഗണേശനെ ലംബോദരൻ എന്ന് വിളിക്കുന്നത്. തന്നെയുമല്ല, ഏറ്റവും ആദ്യത്തെ പൂജ പുലർച്ചയ്ക്ക്, അതായത് ഏറ്റവും താഴെ അവനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ പൂജ ഗണപതിക്കാണ്. ഇനി ഒരു രസൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒരു ക്ഷേത്രത്തില് ഗണേശന്റെ സ്ഥാനം എവിടെയാ? ഗണപതിയുടെ സ്ഥാനം എവിടെയാ?
ഞാൻ നിർത്താട്ടെ, നിങ്ങൾ വർത്താനം പറയാൻ വയ്യ. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കൂറ കപ്പൽ പോയ മാതിരിയാണോ അങ്ങോട്ട് പോരല്? ഗണപതിയുടെ സ്ഥാനം എവിടെയാ? കന്നിമൂലയിലാണ്. എവിടെയാ ഗണപതിയുടെ സ്ഥാനം? പറയൂ. കന്നിമൂലയിലാണ്. അത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയെങ്കിൽ കന്നിമൂലയിലാണ് ഗണപതിയുടെ സ്ഥാനം ഉണ്ടാവുക. കന്നിമൂല എന്ന് പറഞ്ഞാൽ എവിടെയാ? തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല. ഇത് വീട്ടിലേതും ശ്രദ്ധിച്ചോളാം. വാസ്തുപുരുഷന്റെ മൂലാധാരം ഇരിക്കുന്നത് എവിടെയാണ്? കന്നിമൂലയിലാണ്. ആ തെക്ക് പടിഞ്ഞാറേ മൂലയില് കുഴി, സെപ്റ്റിക് ടാങ്കിന്റെ പൈപ്പ് ഒക്കെ ഇല്ലാതിരുന്നാൽ നല്ലത്. അവിടെ ഗൃഹനാഥൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഗൃഹനാഥൻ ഉണ്ടോന്ന് നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ നോക്കണ്ട. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? കന്നിമൂല ശക്തിപ്പെടുത്തി നിർത്തണം, അത് പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടെ കൽപ്പണിക്കാർ, പരമ്പരയാവുന്ന കൽപ്പണിക്കാർ, ബംഗാളികളല്ല, പരമ്പരയാവുന്ന കൽപ്പണിക്കാരുണ്ടെങ്കിൽ, അതായത് മുതിർന്നവരിൽ നിന്ന് പഠിച്ചു വന്ന കൽപ്പണിക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം അവർ പടവ് തുടങ്ങുക കന്നിമൂലയിൽ നിന്ന് പ്രദക്ഷിണമായിട്ടാണ്. കന്നിമൂലയിൽ നിന്ന് പ്രദക്ഷിണമായിട്ടാണ്. കാരണം മൂലാധാരം പ്രധാനമാണ്. വാസ്തുപുരുഷൻ ഇരിക്കുന്നത് അങ്ങനെയാണ്. അതായത് മൂലാധാരം ഇങ്ങോട്ടാക്കിയിട്ടാണ് വാസ്തുപുരുഷൻ ഇരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക, നന്നാക്കി മനസ്സിലാക്കിക്കോളുക. കേൾക്കണുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ആദ്യത്തെ പൂജ, പറയൂ, ആദ്യത്തെ പൂജ ആർക്കാണ്? ഗണപതിക്കാണ്. ആ ഗണപതിക്ക് കൊടുത്ത് ഗണപതിയെ ഉണർത്തി. ആരെ ഉണർത്തുന്നു? ദേവിയെ തട്ടി മുകളിലേക്ക് കയറ്റി വിടുമ്പോൾ അത് സഹസ്രാലത്തിലേക്ക് കയറുന്നു. 6 പടിയിലൂടെ. അതില് രണ്ടാമത്തെ പടി മുഴുവൻ ഇപ്പൊ പറയാൻ നിൽക്കില്ല. 8:30 മണിക്ക് ഇത് അവസാനിപ്പിക്കണമെന്ന് കണക്കാക്കണതിനെ കൊണ്ടാണ് ഞാൻ കൂടുതൽ വിസ്തരിച്ചു പോവാത്തത്. എന്താ പറഞ്ഞത്? മൂലാധാരത്തിൽ ദേവി ഇരിക്കുന്നു. ദേവിയെ തട്ടി ഉണർത്തി മുകളിലേക്ക് വിടുന്നത്, പറയൂ, ഗണപതിയാണ്. ഇനി അതിന്റെ രണ്ടാമത്തെ ചക്രമുണ്ട്, സ്വാധിഷ്ഠാന ചക്രം. അവിടെ ഈ ക്ഷേത്രത്തിൽ ഇട്ടിരിക്കുന്നത് ധാന്യപീഠമാണ്. ശ്രദ്ധിക്കണേ. ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, ഒറ്റ സെക്കൻഡോട് തീർത്തോട്ടെ. ധൃതിയുണ്ടോ? നോക്കൂ. എന്താ പറയാ, കല്ലിന്റെ കുഴിയുണ്ടല്ലോ. ഏത് ആധാരശിലയല്ലേ? നമ്മൾ നേരത്തെ ഇട്ട ആധാരശില പറഞ്ഞില്ലേ? അതിന് നടുവിൽ ഒരു കുഴിയുണ്ട് എന്ന് പറഞ്ഞില്ലേ? അടുത്ത ചക്രം അവിടെ ധാന്യപീഠം സങ്കല്പിച്ച് വെക്കുക. അത് സ്വാധിഷ്ഠാനം. കാരണം ധാന്യപീഠം അവിടെ വെക്കാൻ കാരണം എന്താ? അമ്പലത്തില് നോക്കൂ, മൂലാധാരത്തിലെ ഈ ചൈതന്യം, ദേവീ ചൈതന്യം ഉണർന്ന് നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ തൊട്ട് പിറകിലുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ഉയരുമ്പോഴാണ് നമുക്ക് പുതിയ സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, മുള പൊട്ടുന്നത്, പുതിയ ജീവൻ ഉണ്ടാവുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എന്ത് വെച്ചിരിക്കുന്നത്? പറയൂ, എന്ത് വെച്ചിരിക്കുന്നത്? ധാന്യപീഠം സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി എന്താ പറയുക? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. നമ്മളെ പൊക്കിളിന്റെ തൊട്ട് പിറകില് നട്ടലിന്റെ ഭാഗത്തായിട്ടുള്ള അടുത്ത ചക്രത്തില് ഈ കുഴിയില്, ഏത് കുഴിയില്? അതായത് ഈ ഷടാധാര പ്രതിഷ്ഠയുടെ കുഴിയിൽ വെച്ചിരിക്കുക ഒരു കുംഭമാണ്, ഒരു കുടമാണ്. ആ കുടത്തിൽ രത്നങ്ങൾ ഇട്ട് വെക്കുക. അതിനെയാണ് മണിപൂരകം എന്ന് വിളിക്കുന്നത്. കേൾക്കണ്ടോ ഇല്ല? എന്താ വിളിക്കുക? മണിപൂരകം. അപ്പൊ ഏറ്റവും താഴെ ആധാരശില, അതിന്റെ മുകളിൽ ധാന്യപീഠം, അതിന്റെ മുകളിൽ കുംഭം, അതിൻ്റെ ഉള്ളിൽ എന്തിട്ട് വെച്ചിരിക്കും? രത്നങ്ങൾ. അതിന്റെ തൊട്ട് മുകളിലായിട്ട് അനാഹതം. ഇവിടെ തൊട്ടിട്ടാണ്, ഇതാണ് അനാഹത ചക്രം. ഈ നെഞ്ചിന്റെ, നിങ്ങൾക്ക് ബോറടിച്ചു പിന്നെ നിർത്താം. ഞാൻ പറഞ്ഞാൽ കുറച്ച് കാഠിന്യം ഉണ്ട്, എനിക്കറിയാം, കുറച്ച് കടുപ്പുണ്ടത്. കാരണം വെച്ചാൽ ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ ക്ലാസ് പറയുന്ന പോലെ പറയേണ്ടി വരും. കാരണം നമ്മളെ ശാസ്ത്രം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനോട് അതൊന്നും ആൾക്കാർ അകന്നു പോയത്. മറ്റേതൊക്കെ നിയമാവലി മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ എന്താ പറയുക, ആധികാരികതയൊന്നും അതിൽ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഇത് മനസ്സിലാവാത്തതുകൊണ്ട് മേപ്പെട്ട് നോക്കി നടന്നു, അതാ പ്രശ്നം. മേപ്പെട്ട് നോക്കി നടന്നു, അതാ പ്രശ്നം. ഇവിടെ നോക്കിക്കോളൂ, നിങ്ങൾ കേൾക്കണ്ടതില്ലേ? ഇതാണ് അനാഹതം. ഈ അനാഹതത്തിലാണ് പ്രാണന്റെ സ്ഥാനം. ഇവിടെ തൊട്ട് തൻ്റെ തപശക്തിയുടെ ഒരു അംശം ബീജമാക്കി എടുത്തിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. അത് ഞാൻ പിന്നീട് വരുമ്പോൾ പറയാം, എങ്ങനെയാണ് പ്രതിഷ്ഠ നടത്തുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ബീജമാക്കി എടുത്തിട്ട് ഈ പ്രപഞ്ച ചൈതന്യത്തെ, അതായത് ഭഗവാൻ കൃഷ്ണനെ മൂലമന്ത്രത്താലെ ആവാഹിച്ച് ഈ പ്രാണനിൽ തൊട്ട് തൻ്റെ തപശക്തിയുടെ ഒരു അംശം ബീജമാക്കി ആ വിഗ്രഹത്തിലേക്ക് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വിഗ്രഹം സ്പന്ദിക്കില്ല. അത്ര ബീജം കൊടുക്കണം. അതുകൊണ്ടാണ്, ശ്രദ്ധിക്കണ്ടോ ഞാൻ പറഞ്ഞു, ഈ ബീജം കൊടുക്കൽ ചടങ്ങുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഗർഭഗ്രഹം എന്നാ വിളിക്കുന്നത്. ഏതിനെ? ശ്രീകോവിലിനെ ഗർഭഗ്രഹം എന്നാ വിളിക്കുന്നത്. കാരണം ഗർഭത്തിലേക്ക് ബീജം കൊടുക്കണം, അപ്പോഴേ രൂപം ഉണ്ടാവുള്ളൂ. ഭഗവാൻ ശരിക്കും രൂപമില്ലാത്തവനാണ്. ശരിയാണോ അല്ലയോ? നിരാകാരനും നിർഗുണനുമാണ് അവൻ, ശരിയല്ലേ? പക്ഷെ നമുക്ക് ഉപാസിച്ചുയരാനാണ് അവൻ എന്ത് കൊടുത്തത്? രൂപം കൊടുത്തത്. അപ്പൊ രൂപം കൊടുക്കണമെങ്കിൽ ബീജം കൊടുക്കണ്ടേ? എനിക്കും നിങ്ങൾക്കും രൂപം കിട്ടിയത് എങ്ങനെയാ? അച്ഛന്റെ ബീജം അമ്മയുടെ ഗർഭത്തിലേക്ക് സന്നിവേശിച്ചിട്ടല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ? നെഞ്ചത്ത് ഇവിടെ വേദനിക്കുണ്ട്. നല്ല ആൾക്കാരാണ്. പറഞ്ഞില്ല? നിങ്ങളെല്ലാവരും വരാത്തതിനെ കൊണ്ട്. വന്നവർക്കൊക്കെ മനസ്സിലായിണ്ടാവും. കേൾക്കണ്ടോ ഇല്ലയോ? കേൾക്കുന്നുണ്ടോ?
അപ്പൊ ഈ ബീജം എടുത്ത് തൻ്റെ തപശക്തിയുടെ ഒരു അംശം ബീജമാക്കിയിട്ട് ആ ഗർഭഗൃഹത്തിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ അവിടെ ഭഗവാന് രൂപം കിട്ടുകയാണ്. കേൾക്കണ്ടോ ഇല്ലയോ? ആ ഭഗവാൻ അവിടെ പരിലസിക്കുകയാണ്. അതുകൊണ്ടാണ് തന്ത്രികളെ, ശ്രദ്ധിക്കൂ, തന്ത്രികളെ ക്ഷേത്രത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത്. ഈ ബീജം കൊടുക്കണതിനെ കൊണ്ടാ. അത് ഈ അനാഹത ചക്രത്തിൽ തൊട്ടിട്ട. അനാഹത ചക്രത്തിന്റെ സ്ഥാനത്ത് ഈ ഷടാധാര പ്രതിഷ്ഠയിൽ എന്താ ഉള്ളതെന്ന് അറിയോ നിങ്ങൾക്ക്? ശിലയിൽ കൊത്തിയൊരു താമരയാണ്. അതിന്റെ മുകളില് നമ്മുടെ വിഗ്രഹം എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങട്ട് തിരിഞ്ഞ് ഒരാമയെയും വെക്കും ഇതിന്റെ മുകളിൽ. ആമ പ്രാണന്റെ പ്രതീകമാണ്. ഇവിടെ വിളക്കിന്റെ ചോട്ടിലൊക്കെ ആമയെ കാണാം. ആമ പ്രാണന്റെ പ്രതീകമാണ്. കാരണം സകലതും ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്നത് പ്രാണന്റെ പ്രതീകമാണ്. കേൾക്കണ്ടോ ഇല്ല? അതുകൊണ്ട് ആമയെ പ്രതിഷ്ഠിച്ചത്. മനസ്സിലാവണില്ലേ? വരട്ടെ. അപ്പൊ നോക്കൂ, മൂലാധാരത്തില് ആധാരശില, സ്വാധിഷ്ഠാനത്തില് ധാന്യപീഠം, അതിന്റെ തൊട്ട് മുകളിൽ മണിപൂരകത്തില് ഒരു കുടം, അതിൻ്റെ ഉള്ളില് രത്നം ഇട്ട് വെച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ അനാഹത ചക്രം. അനാഹത ചക്രത്തിൽ എന്താ ഉള്ളത്? ശിലയിൽ കൊത്തിയ താമര. അതിൽ വിഗ്രഹം എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് ഒരാമയെയും വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ തൊട്ട് മുകളിലേക്ക് വരൂതായി കഴുത്തിന്റെ ഇവിടെ. ഇങ്ങോട്ട് നോക്കൂ, ആ കഴുത്തിന്റെ ഇവിടെ വിശുദ്ധി ചക്രം. ഏതാ ചക്രം? വിശുദ്ധി. അപ്പൊ എത്ര ചക്രമായി? 5. വിശുദ്ധി ചക്രത്തിന്റെ സ്ഥാനത്ത് ഒരു യോഗനാളിയാണ് എവിടെ വെക്കുക? ഈ ക്ഷേത്രത്തിനുള്ളിൽ. ഈ വിശുദ്ധി ചക്രത്തിലേക്ക് നമ്മുടെ ചൈതന്യം ഉയരുമ്പോഴാണ് നല്ല ഗായകരുണ്ടാവണം. ഇവിടേക്ക് ഉയരുമ്പോൾ ഗായകര് അത് മുൻജന്മത്തിൽ കയറിയതായിരിക്കും. ഈ പ്രാവശ്യമൊക്കെ വരുന്നവരൊക്കെ അങ്ങനെയായിരിക്കും. കേൾക്കണ്ടോ? ഈ വിശുദ്ധി ചക്രത്തിലേക്ക് ഉയരുമ്പോഴാണ് നല്ല ഗായകരുണ്ടാവണം, നല്ല ഭാഷകരുണ്ടാവണം. ഇവരൊക്കെ ഈ വിശുദ്ധി ചക്രത്തിലേക്ക് ഉയർന്നു. ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവും, പറയാനൊന്നും പറ്റില്ല. വിശുദ്ധി ചക്രത്തിലേക്ക് ഉയരുന്നു. അവിടുന്ന് വരട്ടെ. അവിടെ ഒരു യോഗനാളി അവക്ക് എന്താ മൂപ്പരുടെ എന്ത് നഷ്ടപ്പെട്ടോ? ആണോ? ഇവിടെ ഉണ്ടോ? നോക്കിയോ? അല്ല, അദ്ദേഹം കുറെ നേരമായി ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ നോക്കി അദ്ദേഹം ഉള്ളില്. ശരി. ഞാൻ അവിടെ നോക്കി. ഞാൻ പിന്നെന്താ വെച്ചാൽ എന്താ തരയണമെന്ന് മനസ്സിലായില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ശരി. ഓക്കെ. എന്തേ പറഞ്ഞു? വിശുദ്ധി ചക്രം. ഈ കഴുത്തിന്റെ മുകളിൽ ഇവിടെ വിശുദ്ധി ചക്രം. കേൾക്കണില്ലേ? ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഏറ്റവും പരമപ്രധാനമായ 6ാമത്തെ ചക്രം ശ്രദ്ധിക്കൂ. ഇതാ 2 പുരികത്തിന്റെയും നടുവിൽ. ഇവിടെ എല്ലാവരും കാണുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കണുണ്ടോ? ഈ ചക്രമാണ് നമ്മുടെ 3ാം കണ്ണ് നിൽക്കുന്ന ചക്രം. ഇവിടെയാണ് 3ാം കണ്ണ്. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ വന്നാൽ ചന്ദനം തന്നാൽ ഇവിടെയാണ് തൊടുക, കുങ്കുമം തന്നാൽ ഇവിടെയാണ് തൊടുക, ഭസ്മം തന്നാൽ ഇവിടെയാണ് തൊടുക. എന്താ കാരണം? ഓർമ്മിപ്പിക്കുകയാണ്. ഏത്? ഇവിടെ അങ്ങനെ ഒരു ചക്രം ഉണ്ട് കേട്ടോ, മറന്നു പോവരുത് കേട്ടോ, ഇതിനെ തുറപ്പിക്കണം കേട്ടോ. ഏത്? ഈ 3ാം കണ്ണിനെ തുറപ്പിക്കണം. എന്നാലേ യഥാർത്ഥ കാഴ്ച കിട്ടുള്ളൂ. ഇത് തുറക്കാത്തവരൊക്കെ യഥാർത്ഥ കാഴ്ച കിട്ടാതെ പോകും. ഏത് കണ്ണ് തുറക്കാതെ? 3ാം കണ്ണ് തുറക്കണം. അതാണ് ശിവന് ഇവിടെ ഒരു 3ാം കണ്ണ് വരച്ചു വെച്ചത്. ഇവിടെ 3ാം കണ്ണുണ്ട്. അത്താഴപൂജ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ. ഉണ്ടോ ഇല്ലയോ? അത്താഴപൂജ നടന്നാല് ദേവന്റെ 3ാം കണ്ണ് അടക്കിയാണ് അത്രേ ചെയ്യുക. അതാണ് അത്താഴപൂജയുടെ പ്രത്യേകത. ദേവന്റെ ഏത് കണ്ണടക്കും? 3ാം കണ്ണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അമ്പലത്തിൽ വരുമ്പോൾ എന്നിട്ട് നടയടക്കുക ചെയ്യുക. അമ്പലത്തിൽ നമ്മൾ വരുമ്പോൾ രാവിലത്തെ പൂജ ഉഷപൂജ മൂലാധാരത്തിലാണ്. കേൾക്കണ്ടോ ഇല്ലയോ? മൂലാധാരത്തിലാണ് നടക്കുന്നത്. ഇതെന്താ കാരണം വെച്ചാല്, ഞാൻ കോഴിക്കോട് വളയനാട് ഹിന്ദു സേവാ സമിതി ഹാളില് ഈ വിഷയം സംസാരിക്കുന്ന ഒരാൾ സംശയം ചോദിച്ചു. ഷർട്ട് ഇട്ട് അമ്പലത്തിൽ കയറണോ, ഷർട്ട് ഇടാതെ കയറണോ? നിങ്ങളെ മറുപടി? ഷർട്ടിടാണ്ട കാരണം, ഷർട്ടിട്ട് കയറണം. എന്താ അഭിപ്രായം? ഷർട്ടിടാണ്ട കാരണം. ഇട്ട് കയറണം എന്നാണ് അഭിപ്രായം. ഇട്ട് കയറണം എന്ന അഭിപ്രായം. ഇടരുതെന്നു. ഇത് രണ്ടായാലും ഇത് തീരുമാനിക്കുന്നത് ഇങ്ങോട്ട് നോക്കൂ. അകത്ത ചടങ്ങും പുറത്തെ ചടങ്ങും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവില്ലയോ എന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞ? അകത്ത ചടങ്ങുണ്ട്, പുറത്തെ ചടങ്ങുണ്ട്. എന്താ അകത്ത ചടങ്ങും പുറത്തെ ചടങ്ങും? നോക്കൂ, ഞാനൊരു ദൃഷ്ടാന്തം പറയാം. ഞാനൊരിക്കൽ കൊണ്ടോട്ടി അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് എന്നെ ഒന്ന് കളിയാക്കിക്കൊണ്ട്, നമ്മളെ ശാസ്ത്രത്തെ കളിയാക്കിക്കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? 35 എന്നാ പിന്നെ ഞാൻ ചോദ്യം പറയണ്ട. അതായത് പെട്ടെന്നൊന്ന് പറയാം. തൊട്ട് വെച്ചു. അവൻ അതിന് മുന്നേ പറഞ്ഞുകൂടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ വിഷയം പറഞ്ഞു പോകുമ്പോൾ മറന്നു പോകും. എന്തേ പറഞ്ഞു ഞാൻ പോയി. അപ്പൊ ഇവൻ ചോദിച്ചു, അങ്ങനെ എന്താ പറയാ, രാത്രി 11:05 11:10 കൂടിയിട്ട് ഹരിവരാസനം ചൊല്ലി അയ്യപ്പസ്വാമിയെ ഉറക്കല്ലേ?
അങ്ങനെയാണെങ്കിൽ അമേരിക്കക്കാരുടെ സ്ഥിതി എന്താവും എന്ന് ചോദിച്ചു അത്ര എന്നോട്. മനസ്സിലായില്ലേ? അത് എന്നെ തോണ്ടിയും കൊണ്ട് ചോദിച്ച ചോദ്യം. ഓൻ്റെ മണ്ടയ്ക്കൊന്ന് കൊടുത്ത് ഞാൻ മറുപടിയും കൊടുത്തു. അയ്യപ്പൻ ഉറങ്ങിപ്പോയാൽ അമേരിക്കക്കാരുടെ സ്ഥിതി എന്താവും അവൻ ചോദിച്ചത്. കാരണം ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പകലായിരിക്കുമല്ലോ അമേരിക്കയിൽ. ഇവിടെ ഉറങ്ങിക്കിടക്കണോനെയും നോക്കുന്നത് അയ്യപ്പൻ തന്നെയാണ്. ശരിയാണോ അല്ലയോ? അത്ര ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്താ? അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നീയും ഞാനും ഉറങ്ങണ കൂർക്കം വലിച്ചുള്ള ഉറക്കമല്ല അയ്യപ്പസ്വാമിയുടെ ഉറക്കം. അത് പഠിക്കണമെങ്കിൽ നീ സത്യമായ 18 പടി കയറി ആ ശബരിമലയിൽ നടക്കുന്ന ചടങ്ങിനെ ആദ്യം ഒന്ന് പഠിച്ചു പോവാന്ന് പറഞ്ഞു. എന്നിട്ട് വർത്താനം പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഒരു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് 3 പൂജയാണുള്ളത്. അതിന് രാവിലത്തേത് ഉഷപൂജയാ. അത് നടക്കുന്നത് മൂലാധാരത്തിലാണ്. കേൾക്കണ്ടോ ഇല്ലയോ? ദേവനെ ഉണർത്തുകയാണ്. അങ്ങനെ ഉണർത്തി വിളക്കൊക്കെ തെളിച്ചു നിർമാല്യം ഒക്കെ ഇതാക്കി എന്താ പറയുക, ഈ 3-ാം കണ്ണ് തുറക്കുക ചെയ്യണത്. 3-ാം കണ്ണ് തുറക്കുന്നു രാവിലെ. കേൾക്കണ്ടോ ഇല്ലയോ? ധ്യാനത്തിൽ ഇരുന്നിരുന്ന ഭഗവാനെ ഈ 3-ാം കണ്ണ് തുറപ്പിച്ച് നിർത്തുകയാണ്. അപ്പോഴാണ് നമ്മൾ തൊഴാൻ ചെല്ലണത്. ഈ 2 കണ്ണിലൂടെയല്ല ഭഗവാൻകളെ നോക്കണത്, 3-ാം കണ്ണിലൂടെയാണ്. കേൾക്കണുണ്ടല്ലോ? 3-ാം കണ്ണിലൂടെ നോക്കുമ്പോഴാണ് അനുഗ്രഹഭാവത്തിൽ നോക്കുന്നത്. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയി വന്നാൽ ചില ആൾക്കാരൊക്കെ പറയണേക്കാം, ദേവനെ തൃക്കൺ പാർത്തൂട്ടോ. എന്താ തൃക്കൺ പാർക്കുക? 3-ാമത്തെ കണ്ണോണ്ട് പാർക്കുക. പാർക്കുക പറഞ്ഞാൽ നോക്കുക. അതാണ് തൃക്കൺ പാർക്കുക പറഞ്ഞാൽ. അപ്പൊ ഈ 3-ാമത്തെ കണ്ണോണ്ടാണ് ദേവൻ ആരോ നോക്കണത്? നമ്മളെയൊക്കെ നോക്കണത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിന്ന് നോക്കൂ. ഉച്ചകലത്തെ പൂജ നടക്കണത്, ഉച്ചപൂജ നടക്കണത് അനാഹതത്തിലാണ്. ആരോടപ്പം ഞങ്ങൾ കേൾക്കണുണ്ടോ? സമയം പോണ്ടിട്ട് വരട്ടെ. അനാഹതത്തിലാണ് ഉച്ചപൂജ നടക്കുന്നത്. രാത്രിയിൽ അത്താഴ പൂജ നടക്കുന്നത് പറയൂ ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിൽ 3-ാം കണ്ണില്. ഈ 3-ാം കണ്ണ് അടച്ച്, ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ പറഞ്ഞത്? പൂജകൻ 3-ാം കണ്ണ് അടച്ച് ദേവനെ ഉറക്കല്ല. ഇതാരും അങ്ങനെ വിചാരിക്കരുത്. ശബരിമലയിലും ഇവിടെയൊന്നും ദേവനെ ഉറക്കല്ല. പിന്നെന്താ? ധ്യാനാവസ്ഥയിലേക്കാക്കുകയാണ്. ധ്യാനാവസ്ഥയിലേക്കാക്കി ശ്രീകോവിൽ അടയ്ക്കുമ്പോഴാണ് പുറത്ത് യേശുദാസിന്റെ ശബ്ദത്തില്, അതായത് കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന പൂജ്യ ഗുരുദേവന്റെ വരി ചൊല്ലിക്കൊണ്ട് കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ സിനിമ പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന പത്മശ്രീ KJ യേശുദാസ്. അത്രയും പറഞ്ഞാൽ പോരാ, ആ ദാരിദ്ര്യത്തിന്റെ നെരിപ്പോടിൽ നിന്ന് കടന്നു വന്നവനായ അഗസ്റ്റിൻ ജോസഫിന്റെ മകനായ പത്മശ്രീ KJ യേശുദാസിന്റെ ശബ്ദത്തില് നമ്മൾ എന്ത് കേൾക്കണത്? പറയൂ, എന്ത് കേൾക്കണത്? ഹരിവരാസനം കേൾക്കണം. ഹരിവരാസനം കേൾക്കണം. കേൾക്കണുണ്ടോ നിങ്ങൾ ഞാൻ പറയണത്? ഞാൻ ഗുരുദേവനെ പറഞ്ഞു, എന്താ പറയുക, ഇവിടേക്ക് എനിക്കറിയാം കുറച്ച് ഈ ചിന്തകളൊക്കെ കൂടുതലുണ്ട് എന്ന് തെക്ക് ഭാഗത്തേക്ക്. അതായത് നായർ, തീയർ അങ്ങനത്തെയൊക്കെ വിഭാഗീയത കുറച്ച് ഉണ്ടോ? നീ അങ്ങോട്ട് മലബാറിലേക്ക് കുറച്ച് കുറവാ ഉണ്ടാവരുത്. മനുഷ്യരാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? മനുഷ്യത്വം മാത്രമാണ് ഏറ്റവും വലുത്. ഇത് ശ്രദ്ധിച്ചോളാം. നമ്മുടെ ഏത് ഗണത്തിൽപ്പെട്ടോട്ടെ മനുഷ്യരാണ്. ആ ഗണത്തിൽ നിന്നിട്ടേ ചിന്തിക്കാവൂ. ഒന്നിച്ചു നിൽക്കണം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നപ്പം, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എനിക്ക്, വെളിപ്പാടകലെ തീണ്ടാപ്പാടകലെ നിർത്തിയവൻ മതം മാറി വന്നവൻ പേര് മാറിയപ്പം അവനെ കയറ്റി ഉള്ളിലേക്ക് ഇരുത്തുന്നത് കണ്ടപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾക്ക് ദേഷ്യം വന്നിട്ട് അദ്ദേഹം തന്റെ ഡയറിയിൽ കോറിയിട്ടത്, ഇഫ് യു വാണ്ട് ടു സീ എ ലുനാറ്റിക് അസിലം കം ടു ട്രാവൻകൂർ ആൻഡ് മലബാർ എന്നാണ്. അദ്ദേഹം ഡയറി കോറിയിട്ട വാക്കാണ് ഞാൻ പറയണത്. എനിക്ക് പറയാൻ ഒരു മടിയില്ല. എന്നെ വിളിച്ചാലും വിളിച്ചില്ലേലും സന്തോഷം. ഇഫ് യു വാണ്ട് ടു സീ എ ലുനാറ്റിക് അസിലം കം ടു ട്രാവൻകൂർ ആൻഡ് മലബാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭ്രാന്താലയം കാണണോ? വരൂ തിരുവിതാംകൂറിലേക്കും മലബാറിലേക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ഗണത്തിലിരിക്കട്ടെ നമ്മൾ ഒന്നാണ്. കേൾക്കുന്നുണ്ടോ പറയണത്? എക്സ് ഓർ വൈ ഓർ സെഡ് ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, യു ആർ ദ വൺ. ആ വണ്ണായിട്ട് ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. വേണോ വേണ്ടയോ? തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞ് അടികൂടല്ല വേണ്ട. ഒന്നിച്ചു നിൽക്കൂ. സംഘശക്തിയാണ് വലുത്. പോരാ, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നന്നാക്കി മനസ്സിലാക്കി. ഈ വിഭാഗീയത തൊലഞ്ഞു പോട്ടെ, വിഭാഗീയത ഇല്ലാണ്ടായി പോട്ടെ, നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കപ്പെടട്ടെ. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അതാണ് ഉള്ളിലെ ആഗ്രഹം. ആരോട് പറയണോ? അപ്പോൾ അതൊക്കെ വരട്ടെ. ഇപ്പം ഞാനിത് പറയാൻ കാരണം ഉണ്ടായി? ശബരിമലയിൽ ഈ ഹരിവരാസനം യേശുദാസിന്റെ ശബ്ദത്തിൽ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരു 60 വർഷമായിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? അതിന്റെ മുന്നേ അവിടെ അയ്യപ്പൻ ഇല്ലേ? ഉണ്ട്. അപ്പൊ നോക്കൂ, ഉള്ളിലെ ചടങ്ങ് എന്താ? ഈ ഹരിവരാസനം പുറത്ത് നടക്കുമ്പോ ഹരിവരാസനം പുറത്ത് നടക്കുമ്പോ അത്താഴ പൂജയാണ്. അത്താഴ പൂജയിൽ ആജ്ഞാചക്രം അടക്കുകയാണ്. ഉള്ളിലെ ചടങ്ങ് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായോ? എന്നാൽ ഹരിവരാസനം ഉണ്ടാവാം, ഇല്ലാണ്ടാവാം. ആയിക്കൂടെ? ശരിയാണോ അല്ലയോ? അപ്പൊ എന്താ പറയാ, അവിടെ അയ്യപ്പൻ ഇല്ലാണ്ടാവുമോ?
ഇല്ല, അത് പുറത്തെ ചടങ്ങ്. അപ്പൊ പുറത്തെ ചടങ്ങുണ്ട്, പറയൂ, അകത്തെ ചടങ്ങുണ്ട്. അകത്തെ ചടങ്ങ് മാറാതിരിക്കുകയും പുറത്തെ ചടങ്ങ് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഷർട്ട് ഇടാതിരിക്കുക, അതൊക്കെ എന്താ പറയാ, തീരുമാനിക്കാം നിങ്ങൾക്ക്. ഷർട്ടും ഉള്ളിലെ ദേവന്റെ ചൈതന്യവും പ്രതിഷ്ഠയും തമ്മിൽ ബന്ധമില്ല. പക്ഷേ എന്താ പറയാ, ഷർട്ട് ഇടാണ്ട് നിന്നാൽ കുറച്ച് മുമ്പൊക്കെ വെയിലും വെളിച്ചമൊക്കെ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ. അകത്തെ ചടങ്ങ്, പറയൂ, പുറത്തെ ചടങ്ങ് വ്യക്തമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കിക്കോണം. ഉള്ളിലെ ചടങ്ങിന് എന്തുണ്ടാവില്ല, പറയും, എന്തുണ്ടാവില്ല, മാറ്റത്തിന് വിധേയമേ അല്ല. പക്ഷെ പുറത്തെ ചടങ്ങ് നമുക്ക് എന്ത് ചെയ്യാം, കാലാനുസൃതമായിട്ട് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വരുത്തുകയും ചെയ്യാം. പക്ഷെ എന്ത് വേണം, അത് ഏതെങ്കിലും നാൽക്കവലയിൽ നിന്നിട്ടല്ല മാറ്റം വരുത്തേണ്ടത്. പിന്നെ അവിടുത്തെ തന്ത്രികളുമായിട്ട്, അവിടുത്തെ പ്രതിഷ്ഠ നടത്തിയപ്പോഴുള്ള ഭാവവുമായിട്ട് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത്, ഭക്തരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ വ്യക്തമാണ് എല്ലാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? വ്യക്തമാണെല്ലാം. വരട്ടെ, ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, തീർന്നു. എന്താ പറഞ്ഞു? ആജ്ഞാചക്രം. അപ്പൊ മൂന്നാം കണ്ണ് തുറന്നിരിക്കുകയാണ് പകല്. രാത്രി അത്താഴ പൂജയോടെ ഇതിനെ അടക്കുക ചെയ്യണം. നമുക്കിവിടെ മൂന്നാം കണ്ണുണ്ട്, അവിടെ പറ്റിക്കൽ പൊട്ട് ഒട്ടിച്ചു വെക്കരുതേന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ചെറിയ പൊട്ടാണെങ്കിൽ കുറച്ചുകൂടി നന്ന്, കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ അവിടെ കൊള്ളട്ടെ. അല്ലെങ്കിൽ സ്ഥാനം ഒന്ന് തെറ്റിച്ചൊട്ടിക്കുക. അവിടെ ചന്ദനോ കുങ്കുമോ ഒക്കെ ആയിരുന്നു പണ്ട് തേച്ചിരുന്നത്. ഇന്ന് ശുദ്ധമായ കുങ്കുമം കിട്ടില്ല, ചന്ദനവും ഒക്കെ കിട്ടുമോ എന്നറിയില്ല. നല്ലത് ഇവിടെ തേക്കുക. കാരണം ഇവിടെ ഇത് തുറന്ന് കിട്ടണം. ഈ മൂന്നാമത്തെ ചക്രത്തിൽ, ആറാമത്തെ ചക്രത്തില് ക്ഷേത്രത്തിൽ എന്താണുള്ളത് എന്നറിയുമോ നിങ്ങൾക്ക്? നപുംസകശിലയാണ്. അവസാനിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞേ? നപുംസകശില. എന്താ നപുംസകശില? ഈ മൂന്നാം കണ്ണ് തുറന്നാൽ സ്ത്രീ പുരുഷ ഭേദഭാവന ഉണ്ടാവില്ല. എന്നോടെ പറയാം, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു കേൾക്കി. എന്താ പറഞ്ഞേ? ഈ മൂന്നാം കണ്ണ് തുറന്നാൽ അവിടെ എന്തുണ്ടാവില്ല? സ്ത്രീ പുരുഷ ഭേദഭാവന ഉണ്ടാവില്ല. നിങ്ങളെ ഇന്ന ജാതി, ഇന്ന വർഗം, ഇന്ന സമുദായം, ഇന്നത് ഒരു ഭേദഭാവനയും ഇത് തുറന്നോനെ സംബന്ധിച്ചുണ്ടാവില്ല. അതുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി, കേൾക്കണ്ടോ ഇല്ലയോ, എന്താ പറയുക, മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നപ്പോ തന്നെ ഒറ്റ നടക്കുക. ഇത് ഡ്രസ്സും കൂടി ഇല്ലാണ്ട്. കേൾക്കണ്ടോ ഞാൻ പറഞ്ഞത്? ഒരാൾക്ക് ഒരു കുറവും തോന്നിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പം അച്ഛൻ മായയിൽ പെട്ടുപോവുകയാണ്. ആര്? വ്യാസൻ വിളിക്കുകയാണ് അത്ര മോനെ. അപ്പോഴാണ് യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാദരോഭിനേതു സ്തം സർവഭൂത ഹൃദയം മുനിമാനദോസ്മി. രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. വ്യാസൻ മോനേന്ന് വിളിച്ചപ്പം സകല ചരാചരങ്ങളും വിളി കേൾക്കുകയാണത്രേ. അന്നേരാണ് വ്യാസൻ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയത്. ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനത്തെ വിവരക്കേട് കാട്ടിയല്ലോ. മോനേന്ന് ആരെ വിളിക്കുകയാണ്? ശ്രീശുകനെ. അപ്പൊ ശ്രീശുകൻ അച്ഛൻ്റെ കണ്ണ് തുറന്നു കൊടുക്കുകയാണ്. അച്ഛ, ഞാനല്ല നിങ്ങളെ മോൻ, സകല ചരാചരങ്ങളും നിങ്ങളെ മോൻ തന്നെയാണ്. അതായത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈ കാണായതിൻ്റെ മുഴുവനും ഉള്ളില് ഇരിക്കണത്. അഹം ഭവാൻ ന ചാന്യസ്ത്വം. ഞാനും നീയുമെന്ന ഭേദഭാവനയില്ല. പുരഞ്ജനോപാഖ്യാനം. ഞാനും നീയുമെന്ന ഭേദഭാവനയില്ല. അത് ബുദ്ധിയുള്ളവന് തിരിച്ചറിയാം. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസത്ത, അന്തസത്ത, ചൈതന്യസത്ത ഒന്നാണ്, രണ്ടല്ല. പിടികിട്ടിയില്ലേ? ഈ ക്ഷേത്രത്തെ പിടികിട്ടിയില്ലേ? കിട്ടിയോ ഇല്ലയോ? ഈ 6 പടി കടന്നിങ്ങോട്ട് മുകളിലേക്ക് കയറിയാല് അവിടെയാണ് നമ്മളുടെ പ്രതിഷ്ഠ. ആരുടെ പ്രതിഷ്ഠ? ഭഗവാന്റെ പ്രതിഷ്ഠ. അത് സഹസ്രാരത്തിലാണ്. ഈ 6 പടി സാധന ചെയ്ത് പറയൂ മുകളിലേക്ക് ഉയർത്തണം. അതാണ് കൊടിയേറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൊടിമരത്തിന്റെ മുകളിൽ അടിയിലെ നിങ്ങൾ കൊടി കണ്ടിട്ടില്ലേ? കൊടിമരത്തിന്റെ മുകളിൽ തല എങ്ങനെയാണ് ഉണ്ടാവുക? 3 വാലുണ്ടാവും. അഗ്നി ഇങ്ങനെ മുകളിലേക്ക് പോണ പോലെയാ. ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അഗ്നി മുകളിലേക്ക് പോണ പോലെയാ. ആ 2 നൂലിലാണ് അത് പൊങ്ങുക. ആ 2 നൂല് ഇടാപിങ്കല നാഡിയാണ്. അങ്ങനെ ഇത് ഉയർത്തിക്കഴിഞ്ഞാൽ മുകളിൽ മണികൾ തൂങ്ങണത് കാണാം. ഈ സഹസ്രാരത്തിലേക്ക് നമ്മൾ സാധന ചെയ്ത് കയറിയാൽ നമുക്ക് ആനന്ദ തുലിതമായ നാദങ്ങളൊക്കെ കേൾക്കാൻ കഴിയും അത്രേ. അതാണ് ക്ഷേത്രത്തിലെ വാദ്യങ്ങളും നാദങ്ങളും ഒക്കെ. ആനന്ദത്തിൽ ആറാടും അത്രേ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ. അതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് സംഭവിച്ചത്. ഇന്ന് പറയാൻ നിൽക്കില്ല, ഒരടി ഞാൻ മുന്നോട്ട് പോകും. ക്രമം തെറ്റി അതിന് അക്രമം എന്നാ വിളിക്കുക. ഇവിടെ ഉള്ളവർക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതും കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. എങ്ങനെ ഭട്ടതിരിപ്പാട്, മേൽപ്പത്തൂർ നാരായണീയ ഭട്ടതിരിപ്പാട് വാതരോഗത്തിൽ നിന്ന് മോചനം നേടി ഈ പാമ്പിനെ ഉണർത്തിയതാ. കേൾക്കണ്ടോ? 6 പടികൾ മുകളിലേക്ക് കയറിയതാ. കയറിയിട്ട് 7ാമത്തെ പടി, 7ാമത്തെ മുളന്തണ്ട് പൊട്ടി. പറയൂ ആരെ? ആ ഭഗവത് സായുജ്യം നേടുകയാണ്. ശ്രദ്ധിക്കില്ലേ? അപ്പോഴാണ് ഈ കൊടിമരത്തിന്റെ മുകളിൽ
ആലും മാവും ദർഭയും കൂടി കൂട്ടിയിട്ട് വെച്ച് കെട്ടുക. ഈ ആലും മാവും ഇടാ പിങ്കല നാഡിയുടെ സങ്കല്പമാണെന്നും മനസ്സിലാക്കി വെക്കുക. ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശരീരം, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞനെ കുറിച്ച് പഠിക്കുവാനുമാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആ ഭാഗവതത്തിൻ്റെ പരമ താല്പര്യമായ സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തെ നീ മനസ്സിലാക്കടോ, ആത്യന്തികമായ ഉണ്മയെ നീ മനസ്സിലാക്കടോ എന്ന തത്വത്തിലേക്ക് നമ്മൾ ഉറക്കെ കടക്കുക തന്നെ ചെയ്യും. അത് കടക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.